അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് എന്നോണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്ഥാപനമായ ജാമിഅത്തു സീനത്ത് അൽ ഇസ്ലാമിയ എന്ന ഈ സ്ഥാപനത്തിൽ എല്ലാ മാസവും നടത്തി വരാറുള്ള മജ്ലിസു ദുആത്ത് പുനരാരംഭിക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഈ മജ്ലിസു ദുആത്തിൽ എന്നിൽ അർപ്പിതമായ വിഷയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഖസീദത്തുൽ ലാമിയ്യ എന്ന ചെറു ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ്. ചെറു ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഗ്രന്ഥത്തിലേക്ക് തുലാബുൽ ഇൽമിനെ പ്രവേശിപ്പിക്കുക എന്നത് മാത്രമാണ്. ആ ഗ്രന്ഥം പരിചയപ്പെടുത്താനും ആ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പ്രതിപാദിച്ച വിഷയങ്ങളെ പരിചയപ്പെടുത്താനുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശദമായ ആയത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള വിശദമായ പഠനങ്ങളിലേക്ക് മറ്റൊരവസരത്തിൽ നമുക്ക് പ്രവേശിക്കാം. നാം തിരഞ്ഞെടുത്ത ഈ ഗ്രന്ഥത്തിൻ്റെ പേര് അൽ ലാമിയ്യ എന്നാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ആ കോപ്പിയിൽ കാണാം അൽ ലാമിയ്യ, അൽ ഖസീദത്തുൽ ലാമിയ്യ. അൽ ഖസീദത്തുൽ ലാമിയ്യ എന്ന് ഈ ഖസീദക്ക് പേരിട്ടത് അല്ലെങ്കിൽ പേരിടാനുള്ള കാരണം, ഈ കവിത ഓരോ വരികളും അവസാനിക്കുന്നത് ലാമിലൂടെയാണ്. അങ്ങനെയാണ് കവിതകൾക്ക് പേരിടുക. യാ സായിലി അമ്മദ്ഹബി വ അഖീദതി റുസികൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു ഇസ്മഅ കലാമ മുഹഖഖിൻ ഫീ ഖൗലിഹി ലാ യൻതനി അൻഹു വലാ യതബദ്ദലു. അവസാനിക്കുന്നത് ലാമ് കൊണ്ടാണ്. നമുക്കറിയാം, ഇമാം ഇബ്നു അബീ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധമായ ഒരു കാവ്യസമാഹാരമാണ് അൽ ഖസീദത്തുൽ ഹായിയ. അൽ ഖസീദത്തുൽ ഹായിയ എന്ന് ആ കവിതക്ക് പേര് വരാനുള്ള കാരണം അവസാനം ഹാ കൊണ്ടാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് തമസ്സക് ബിഹബിലില്ലാഹി വത്തബിഇൽ ഹുദാ വലാ തകു ബിദഇയ്യൻ ലഅല്ലക തുഫ്ലിഹു വദിൻ ബികിതാബില്ലാഹി വസ്സുനനില്ലതി അതത് അൻ റസൂലില്ലാഹി തൻജു വതർബഹു. ഹ കൊണ്ട് അവസാനിക്കാൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഗ്രന്ഥത്തിന് ലാമിയ്യ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. 16ഓളം വരികളാണ് ഈ ഗ്രന്ഥത്തിനുള്ളത്. 16 വരികളേ ഉള്ളൂ ഈ കാവ്യസമാഹാരത്തിന്. ഈ കവിത ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സ്ഥിരപ്പെടുത്തിയ പണ്ഡിതന്മാരിൽ ചിലരാണ് ഒന്ന് അഹ്മദ് ബിൻ അബ്ദില്ല അൽ മർദാവി. ആദ്യമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ലാമിയ്യക്ക് വിശദീകരണം എഴുതുകയും ആ വിശദീകരണത്തിൽ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കവിതാ സമാഹാരമാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തത് ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ ഇമാം ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി, നുഅ്മാൻ ഇബ്നു മഹ്മൂദ് ഇബ്നു അബ്ദില്ല അബുൽ ബറകാത്ത് ഖൈറുദ്ദീൻ അൽ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനൊരു കിതാബുണ്ട് ജലാഉൽ ഐനൈൻ ഫി മുഹാകമത്തിൽ അഹ്മദൈൻ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അൽ ലാമിയ്യ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്, കവിതാ സമാഹാരമാണ് ഈ ലാമിയ്യ എന്ന് പറഞ്ഞ മറ്റൊരു പണ്ഡിതനാണ് അബ്ദുൽ അസീസ് അർ റഷീദ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യക്ക് ശറഹ് എഴുതിയപ്പോൾ അതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ പറയവേ
അൽ ഖസീദത്തുൽ ലാമിയയെയും എണ്ണിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അസീസ് അൽ മാനിയ എന്ന് പറയുന്ന പണ്ഡിതനും ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽ ഖൗലു സദീദ് ഫി അഖീദത്തി തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണത് എഴുതിയിട്ടുള്ളത്. അബ്ദുൽ അസീസ് റഷീദ് എന്ന് പറയുന്ന പണ്ഡിതന്റെ വാസിത്തിയുടെ ഷറഹ് അത്തംബീഹത്തു സനിയ അല്ലെങ്കിൽ സുന്നിയ അലൽ അഖീദത്തിൽ വാസിത്തിയ എന്ന. അപ്പോൾ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരാണ് ഒന്ന് അഷേഖ് ബക്കർ അബൂ സൈദ്. അദ്ദേഹം അൽ മദ്ഖൽ ഇലാ താരീഖ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അൽ ഖസീദത്തുൽ ലാമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം സാലിഹ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അസ്സഫാരിനിയ എന്ന ഗ്രന്ഥത്തിൽ ഷറഹു സഫാരിനിയ അൽ അഖീദത്തു സഫാരിനിയ എന്ന അഖീദ ഗ്രന്ഥത്തിന് വിശദീകരണം എഴുതിയപ്പോൾ അതിൽ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം എന്ന് പറയുന്ന പണ്ഡിതനും അൽ ലാമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതല്ല എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അൽ ഖസീദത്തുൽ ലാമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദുല്ലാഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേതായിട്ട് അറിയപ്പെട്ട് കഴിഞ്ഞൊരു കിതാബാണ്. അതുകൊണ്ട് തന്നെ ഇത് ഷെയ്ഖുൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അല്ലാത്ത മറ്റൊരാളിലേക്ക് അൽ ലാമിയ ചേർത്തപ്പെട്ടതായും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഗ്രന്ഥമായി തന്നെ നമുക്ക് പറയാവുന്നതാണ് എന്ന്. ഇനി ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതല്ല എന്ന് പറഞ്ഞാൽ പോലും അൽ ഖസീദത്തുൽ ലാമിയ എന്ന ഈ കവിതാ സമാഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ മുഴുവനും ആസകലം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പല അഖീദ ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ച കാര്യങ്ങളാണ്. സലഫി അഖീദകളാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദകളാണ്, പൂർണ്ണമായി നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങളുമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതായി സ്ഥിരീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ചേർക്കപ്പെടുന്ന ഈ അൽ ഖസീദത്തുൽ ലാമിയ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം അഖീദയാണ്. അഖീദപരമായ കാര്യങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. മൊത്തത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കവിതയിൽ 16ഓളം മസ്അലകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ 7ഓളം മസ്അലകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആ 7 എണ്ണം: 1, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. 2, അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിച്ചവർക്കുള്ള മറുപടി. 3, അള്ളാഹുവിൻ്റെ അസ്മാകളെയും സിഫാത്തുകളെയും അംഗീകരിക്കണം. 4, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ തഅ്വീൽ പാടില്ല. 5, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലുള്ള പുതിയ വാദങ്ങൾ, പുതുതായി ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളൊന്നും പാടില്ല. അള്ളാഹുവിനെ നാളെ മുഅ്മിനീങ്ങൾ കണ്ടുമുട്ടും, അള്ളാഹുവിനെ കാണും, റുഇയ്യത്ത്. അതുപോലെ തന്നെ അള്ളാഹു ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും. അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട 7 മസ്അലകളാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. ബാക്കി കാര്യങ്ങൾ, ബാക്കി 7 ബാക്കിയുള്ളത് 9ഓളം വിഷയങ്ങൾ മറ്റു വ്യത്യസ്ത വിഷയങ്ങളിലുള്ളതാണ്. അതിലൊന്ന് ഹുബ്ബു സഹാബ, സഹാബാക്കളെ സ്നേഹിക്കൽ. അതുപോലെ തന്നെ ആലു നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കൽ. അതേപോലെ തന്നെ സഹാബാക്കൾക്കിടയിലുള്ള ഏറ്റ വ്യത്യാസം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം, സിറാത്ത് പാലം, മീസാൻ, സ്വർഗം, നരകം, ഖബർ ശിക്ഷ, ഖബറിലെ ഫിത്ന, അതുപോലെ തന്നെ അസറുകളെ ഫോളോ ചെയ്യൽ, ബിദ്അത്തിനെ വർജിക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ബാക്കി വരികളിൽ ചർച്ച ചെയ്യുന്നത്. മൊത്തത്തിൽ 16 വരിയേ ഈ ഗ്രന്ഥത്തിനുള്ളൂ. ആ 16 വരികളിലായി ഷോർട്ടായി പറഞ്ഞു പോവുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യുന്നത്. ഈ കവിതാ സമാഹാരത്തിന്റെ ബഹർ കാമിൽ എന്ന ബഹറാണ്. കാമിൽ ബഹറൻ, അൽ ബഹറുൽ കാമിൽ, മുതഫായിലുൻ 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 മുതഫായിലുൻ
എന്ന ബഹറിലാണ് ഈ കവിത രചിക്കപ്പെട്ടിട്ടുള്ളത്. 16 വരികളെ ഉള്ളൂ എങ്കിലും വളരെ പ്രാധാന്യമുള്ള, ഏറെ ഗൗരവമുള്ള മസലകൾ കൈകാര്യം ചെയ്യുന്ന കവിതയാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഖസീദത്തുൽ ലാമിയ. അതിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ ഖവാരിജുകൾ, നവാസിബുകൾ, മുഅ്തസിലികൾ, ജഹ്മികൾ പോലുള്ള ബിദഈ പ്രസ്ഥാനക്കാർക്കുള്ള മറുപടികളുമുണ്ട്. അത്ര ഗംഭീരമായാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ വരികളെ കോർത്തിണക്കിയത്. അതേപോലെ തന്നെ 16 വരികളെ ഉള്ളൂ എങ്കിലും ഏറെ പ്രസിദ്ധമായ, ലോകത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തുല്ലാബുകൾക്കിടയിലും ഉലമാക്കൾക്കിടയിലും ഏറെ സ്വീകാര്യമായി അറിയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അൽ ഖസീദത്തുൽ ലാമിയ എന്ന് പറയുന്ന ഈ 16 വരി അടങ്ങുന്ന കവിതാ സമാഹാരം. ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ അൽ ഖസീദത്തുൽ ലാമിയക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. വലിയ വലിയ ഉലമാക്കൾ വരെ ഈ ചെറുഗ്രന്ഥത്തിന് ശറഹ് എഴുതിയിട്ടുണ്ട് എന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നത്. ഇത് അറിയപ്പെട്ട ഏതാനും ചില ശറഹുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഷെയ്ഖ് അബ്ദുൽ കരീം ബിൻ അബ്ദുല്ല അൽ ഖുലൈർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശറഹു ലാമിയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, PDF കിട്ടും. രണ്ടാമത്തേത് അൽ അസ്ഇലത്തു ദഹബിയ്യ ഫി ശറഹി ലാമിയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം അബു ഹംസ നസ്ർ ബിൻ ഹിസാം അൽ കൂമാനി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയതാണ്. മൂന്നാമത്തേത് ഇതാലത്തുൻ തഅരീഫിയ്യ അലാ ലാമിയത്ത് ഇബ്നു തൈമിയ്യ ലി ബദറുല്ലാ അസ്സായിദി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ ഗ്രന്ഥമാണ്. ഇത് ശബഖത്ത് അലൂക്കയിൽ അതിൻ്റെ PDF കിട്ടും. നാലാമത്തേത് ബദറു തമാം ശറഹു ലാമിയത്തു ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുറഹ്മാൻ അൽ ആഖിറിൻ്റെ. അഞ്ചാമത്തേത് ശറഹു ലാമിയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ യഹ്യ ഇബ്നു അലി അൽ ഹജൂരിയുടെ. ആറാമത്തേത് തഅലീഖാത്തുൻ അലാ ലാമിയത്ത് ഇബ്നു തൈമിയ്യ സയ്യിദ് ഇബ്നു ഫാലിഹ് അർ-റുബ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ. ഏഴാമത്തേത് ശറഹു ലാമിയത്ത് ഷെയ്ഖുൽ ഇസ്ലാം മിൻ കലാമി ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ദുക്തൂർ താലിബ് ബിൻ ഉമർ അൽ കസീരി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ. ഇത് ഏതാനും ചില ശറഹുകൾ മാത്രമാണ്. ഇതിൽ ആദ്യം ശരീരം പറഞ്ഞു ആരാണ്? ഇമാം മർദാവിയാണ്. അഹ്മദ് ബിൻ അബ്ദുല്ല അൽ മർദാവി ആദ്യമായി ലാമിയക്ക് ശറഹ് എഴുതിയ പണ്ഡിതൻ അദ്ദേഹമാണ്. പക്ഷേ വളരെ നല്ല കിതാബാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അസ്മാ വസിഫാത്ത് നിലപാടിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹംബലി മദ്ഹബുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഖീദയിലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ അദ്ദേഹം തഫ്വീൽ വാദക്കാരനാണ്, മുഫവ്വിലയാണ്. ആ കിതാബിൽ അദ്ദേഹം തഫ്വീലിൻ്റെ റൂട്ടിലാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സ്ഥിരീകരിക്കുന്നത് എന്ന് ആ കിതാബിൻ്റെ പോരായ്മയാണ്, പിഴവാണ്. സലഫി ഉലമാക്കളിൽ പലരും ഈ ലാമിയക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏതാനും ചില ശറഹുകളാണ് ഞാൻ വായിച്ചത്. എന്നതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ കയറിയാൽ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ലാമിയയുടെ ശറഹുകൾ ധാരാളം ക്ലാസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതിന് ശറഹ് വ്യാപകമായി ശറഹ് ചെയ്തതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു ക്ലാസ് സുബൈർ മങ്കട എന്ന് പറയുന്ന മലപ്പുറക്കാരനായ വ്യക്തിയുടെ ഒരു പണ്ഡിതൻ്റെ ക്ലാസ്സാണ്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എടുത്ത ക്ലാസ്. ശേഷം പിന്നീട് ലാമിയക്ക് വിശദീകരണം എഴുതിയ അറിയപ്പെട്ട പണ്ഡിതന്മാരെയും അറിഞ്ഞിട്ടില്ല. അല്ലാഹു ആലം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്നോണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ലാമിയക്ക് ചെറിയ തഅലീഖ് എഴുതാൻ ഈ ഉള്ളവനും സാധിച്ചിട്ടുണ്ട്. ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമി എന്ന സ്ഥാപനത്തിലെ തുലാബുകൾക്ക് ഈ ഗ്രന്ഥം വായിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതിന് ചെറിയ തഅലീഖ് എഴുതിയിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, പുറത്തുവിട്ടിട്ടില്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ വേർഡ് ഫയലുണ്ട്. അതുപോലെ അത് പൂർത്തിയാക്കിയിട്ടുമില്ല. അവസാന ഭാഗങ്ങൾ എഴുതാൻ ബാക്കിയുണ്ട്. ഖൈർ, മറ്റൊരു കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ലാമിയുടെ പ്രത്യേകത വളരെ സിമ്പിളായ വരികളാണ്. അറബി ഭാഷ അറിയുന്ന ആർക്കും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ പഠിക്കാൻ, ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ഹിഫ്ളാക്കാവുന്ന രീതിയിലുമാണ്. കട്ടി വേർഡുകളില്ല, വലിയ ലോങ് വരികളല്ല, സിമ്പിളാണ്. യാ സായിലി അമ്മദ്ഹബി വഅഖീദതി
റുസികൽ ഹുദാ മൻ ലിൽ ഹിദായത്തി യസ്അലു ഇസ്മഅ കലാമ മുഹഖഖിൻ ഫീ ഖൗലിഹി ലാ യൻതനി അൻഹു വലാ യതബദ്ദലു ഹുബ്ബുസ് സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. വളരെ സിമ്പിളായി എളുപ്പത്തിൽ പാടി പഠിക്കാൻ പറ്റുന്ന കവിതയാണിത്. മാത്രമല്ല ഇത് എഴുതിയ ആളാരാണ്? ഈ വിഷയത്തിൽ അഗ്രഗണ്യനായ കടലോളം ഇൽമുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചേർത്തപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ചേർത്തപ്പെടേണ്ടവരാണ്. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ ഖുർആന്റെയും സുന്നത്തിൻ്റെയും ആൾക്കാരാണ്. എന്നാൽ ഖുർആനും സുന്നത്തും എങ്ങനെ മനസ്സിലാക്കണം, ഖുർആനിലേക്കും സുന്നത്തിലൂടെയും നമ്മൾ എങ്ങനെയാണ് ദീൻ പഠിച്ചെടുക്കേണ്ടത് എന്ന് സലഫുകളുടെ മൻഹജിനെ ശക്തമായ ഭാഷയിൽ വിശദമായി എളുപ്പത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ ബിദൈകൾ നമ്മളെ ഷെയ്ഖ് ഇബ്നു തൈമിയ്യക്ക് ചേർത്ത് പറയും തൈമികളാണെന്ന് പറയും. ഇവർ ഷെയ്ഖ് ഇബ്നു തൈമിയ്യന്റെ ആൾക്കാരാണെന്ന് പറയും. ശേഷം ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അതേ റൂട്ടിൽ വന്ന മറ്റൊരു പണ്ഡിതനാണ് ഈ കാലഘട്ടത്തിലെ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നീട് ബിദൈകൾ, ഇസ്ലാമിൻ്റെ എതിരാളികൾ, സലഫിയത്തിൻ്റെ വദ്ദവൈരികൾ നമ്മൾ അതിലേക്ക് ചേർത്ത് പറഞ്ഞു അദ്ദേഹത്തിന് നമ്മൾ വഹാബികളാണെന്ന് പറഞ്ഞു. അവരുടെ രീതിയാണ് വ്യക്തികളിലേക്ക് ചേർത്ത് പറയുക, നാടിലേക്ക് ചേർത്ത് പറയുക. അഹ്ലുസുന്നക്ക് ആ രീതിയില്ല. അഹ്ലുസുന്ന ചേർത്തുന്ന ആരിലേക്ക് ചേർത്തുള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്ത് പറയും. നമ്മൾ ഖുർആന്റെയും സുന്നത്തിന്റെ ആൾക്കാരാണ്. ആ ഖുർആനും സുന്നത്തും നമുക്ക് സലഫുകളുടെ മൻഹജ് പഠിപ്പിച്ചു തന്ന ആൾക്കാർ, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. അവർ അഹ്ലുസുന്ന പണ്ഡിതന്മാരാണ്. അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്ന അയിമ്മത്തുകളിൽ പ്രഗത്ഭനാണ് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഏറെ ത്യാഗം ചെയ്ത് ഒരുപാട് പടപൊരുതി സലഫുകൾ ബാക്കിയാക്കിയ ശരിയായ തനതായ ദീനിനെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഠിനാധ്വാനം ചെയ്ത ഒരാളാണ്. അങ്ങനെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ വിധേയികൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹം വരച്ച് കാണിച്ചു തന്ന ഹക്കായ പാതയിലൂടെ പോകുന്ന ത്വാലിബുൽ ഹക്കാണ് നമ്മൾ എന്നതിനാൽ ആ മഹാനെക്കുറിച്ച് പഠിക്കലും അറിഞ്ഞിരിക്കലും അനിവാര്യമാണ്. അതുകൊണ്ട് ഏതാനും ചില വരികളിലൂടെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താണ്. ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖുൽ ഇസ്ലാം തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ്യ അൽ ഹറാനി. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ്യ അൽ ഹറാനി എന്ന. അബുൽ അബ്ബാസ് എന്ന അതിന് കുഞ്ഞിയത്ത്. അദ്ദേഹം ഹിജ്റ 661 ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉപ്പുപ്പയും ഒക്കെ വലിയ പണ്ഡിതന്മാരാണ്. അംബലി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്, ഫക്കീഹാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പുപ്പ. ചെറിയ പ്രായത്തിലേ ഇൽമിലായി വളർന്നു വന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഖീദ തീർത്തും സലഫുകളുടെ അഖീദയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഖീദ സഹാബാക്കളുടെ അഖീദയാണ് എന്ന്, താബീങ്ങളുടെ അയിമ്മത്തുകളുടെ അഖീദയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ, അൽ അഖീദത്തുൽ തദമ്മുരിയ്യ, അൽ അഖീദത്തുൽ ഹമവിയ്യ പോലുള്ള അഖീദ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. അദ്ദേഹത്തെ സംബന്ധിച്ച്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരുപാട് തെറ്റിദ്ധാരണ പരത്താറുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖുൽ ഇസ്ലാം ഒന്നുമല്ല, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയാൻ പാടില്ല. അദ്ദേഹം പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്ന ആളാണ്. പൂർവികർ ആരും പറയാത്ത വാദങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് മുമ്പ് ഈ പറയപ്പെട്ട വാദങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റൂല, അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ ബിദൈകൾ പ്രചരിപ്പിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ബിദൈകൾ നടത്തുന്ന കുതന്ത്രവും കൂടിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുമ്പോൾ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് രംഗത്ത് വരും. അത് അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു.
നമ്മളും അവരുടെ കുതന്ത്രത്തിൽ പെട്ടുപോയി. നമുക്കും ഇപ്പോൾ എന്തെങ്കിലും വിഷയം പറയുമ്പോൾ ഉണ്ടല്ലോ, ഷേഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഷേഖ് ഇബ്നു തൈമിയ്യ മുമ്പ് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നിടത്തേക്ക് എത്തി. ഷേഖ് ഇബ്നു തൈമിയ്യ സംശയിക്കുന്നിടത്തേക്ക് വിധികൾ നമ്മളെ കൊണ്ട് എത്തിച്ചു. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, വിധേയികൾക്ക് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മളെ ആൾക്കാർ തന്നെ പറയും, ഷേഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കണ്ട, ഷേഖ് ഇബ്നു തൈമിയ്യ ഉദ്ധരിച്ചാൽ വിധേയികൾ അംഗീകരിക്കൂല. ഷേഖ് ഇബ്നു തൈമിയ്യക്ക് മുമ്പുള്ള ആരെങ്കിലും പറഞ്ഞോ എന്ന് നമുക്ക് നോക്കാം, അവരെ ഉദ്ധരിക്കാം എന്ന് നമ്മൾ തന്നെ പറഞ്ഞത്. സത്യത്തിൽ വിധേയികളുടെ കുതന്ത്രമാണ് അത്. നമ്മളുടെ ഇമാമിനെ നമ്മൾ തന്നെ സംശയം ഉണ്ടാക്കിപ്പിക്കാൻ, നമ്മൾ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഒരു സംശയം ജനിപ്പിക്കാൻ അവർ ചെയ്യുന്നത്. അതൊരിക്കലും ഉണ്ടാൻ പാടില്ല. ഷേഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്തുകളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സലഫികൾക്ക് സ്വീകാര്യമാണ്, അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം വിധേയവാദക്കാരനോ അല്ലെങ്കിൽ ദീൻ അറിയാത്ത ആളോ ഒന്നുമല്ല. സലഫുകൾ എന്തു പറഞ്ഞോ അത് മാത്രം പറഞ്ഞ ആളാണ്. സലഫുകൾ അതേ റൂട്ടിൽ പോയ ആളാണ്. നമുക്കതിൽ സംശയമില്ല. എങ്കിലും നമുക്ക് ബോധ്യപ്പെടാൻ ഈ വിധേയകളടക്കം അംഗീകരിക്കുന്ന ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഞാൻ വായിക്കാം, ഷേഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ആരാണ് എന്ന് ബോധ്യപ്പെടാൻ. ഒന്നാമത്തേത്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെയായ അൽ ഹാഫിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഷേഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞു, വമഹാസിനുഹു കസീറ. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നന്മകൾ ധാരാളമാണ്. വഹുവ അക്ബറു മിൻ അൻ യുനബ്ബിഹ അലാ സീറത്തിഹി മിസ്ലി. എന്നെപ്പോലുള്ള ഒരാള് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുക എന്നുള്ളത് ശരിയെന്നല്ല, അതിനേക്കാൾ വലുതാണ് അദ്ദേഹം. എന്നെപ്പോലത്തെ ആളെന്നല്ല. ആരാ പറയുന്നത്? ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി പറയാണ്, എന്നെപ്പോലുള്ള ഒരാള് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആയിട്ടില്ല, അതിനേക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ നന്മകൾ, ചരിത്രം എന്ന്. അദ്ദേഹം പറയാണ്, ഫലൗ ഹലഫ്തു ബൈന റുക്നി വൽ മഖാം. റുക്കുനുൽ യമാനിയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ് എങ്കിൽ ഞാൻ സത്യം ചെയ്യും. എന്തൊക്കെ കാര്യം സത്യം ചെയ്യും? എന്ത്? അന്നി മാ റഅയ്തു ബി ഐനി മിസ്ല. എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് ബി ഐനയ്യ മിസ്ല, ഷേഖ് ഇബ്നു തൈമിയ്യ പോലുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. വഅന്നഹു മാ റഅ മിസ്ല നഫ്സിഹി. എന്നല്ല, ഷേഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തെ പോലെ ആളെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞാൽ ലം അഹ്നിസ്, ഞാൻ സത്യം ലംഘിച്ച ആളാവൂല. സത്യമാണത്. അദ്ദേഹത്തെ പോലത്തെ ഒരു പണ്ഡിതനെ ആരും കണ്ടിട്ടുണ്ടാകുകയില്ല. ഇത് ഷേഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തന്നെ ശിഷ്യനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹിയാണ് പറഞ്ഞത്. എന്നാൽ ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട മുഹദ്ദിസായ അൽ ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ് നമുക്ക് കാണാം. അദ്ദേഹം പറയാൻ, വശുഹ്റതു ഇമാമത്തി ശൈഖ് തഖീദ്ദീൻ അഷ്ഹറു മിന ശംസ്. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇമാമത്തിന്റെ പ്രസിദ്ധി അത് സൂര്യനേക്കാൾ പ്രസിദ്ധമായതാണ്, പകൽ വെളിച്ചത്തെക്കാൾ പ്രസിദ്ധമായതാണ്. അഷ്ഹറു മിന ശംസ്. വതൽഖീബുഹു ബിശൈഖിൽ ഇസ്ലാം ഫി അസ്രിഹി ബാഖിൻ ഇലൽ ആൻ അലാ അൽസിനത്തി സക്കിയ്യ. പരിശുദ്ധമായ നാക്കുകളിലൂടെ അദ്ദേഹത്തിന്റെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന ലഖബ് ഇന്നും ബാക്കിയാണ്. വയസ്തമിറു ഗദൻ കമാ കാന ബിൽ അംസ്. ഇന്നലെ എങ്ങനെയാണ് അദ്ദേഹം ഷേഖ് ഇബ്നു തൈമിയ്യ എന്ന പേരിൽ അറിയപ്പെട്ടത്, അതുപോലെ തുടരും. എക്കാലത്തും അദ്ദേഹം ഷേഖ് ഇബ്നു തൈമിയ്യ ആയിട്ട് തന്നെ അറിയപ്പെടുമെന്ന് ആരാ പറയുന്നത്? ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി മദ്ഹബുകാരനാണ്, അറിയപ്പെട്ട മുഹദ്ദിസാണ്. വലാ യുൻകിറു ദാലിക ഇല്ലാ മൻ ജഹില മിഖ്ദാറ. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്ഥാനം അറിയാത്ത വിഡ്ഢി മാത്രമേ അദ്ദേഹം ഷേഖുൽ ഇസ്ലാം ആണ് എന്നതിനെ നിഷേധിക്കുകയുള്ളൂ എന്ന്. ഔ തജന്നബൽ ഇൻസാഫ്, അല്ലെങ്കിൽ നിഷ്പക്ഷത ഒഴിവാക്കിയാൽ, പക്ഷപാതിയായി ഇബ്നു തൈമിയ്യയെ എതിർക്കണമെന്ന ഉദ്ദേശത്തിൽ കച്ചകെട്ടി ഇറങ്ങിയെന്ന ആളല്ലാതെ ഇതിനെ എതിർക്കുകയില്ല. നിഷ്പക്ഷമായി പഠിക്കാൻ തയ്യാറായ ഒരാൾക്ക് അദ്ദേഹം ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെയാണ്, ഷേഖുൽ ഇസ്ലാം തന്നെയാണ് എന്ന്. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഷേഖുൽ ഇസ്ലാം അല്ല എന്ന് പറയുന്നവർ ചെയ്യുന്ന എത്ര ഗുരുതരമായ തെറ്റാണ്, വാക്തര അഖ്സാറ, എത്ര വല്ല അബദ്ധമാണ്, വീഴ്ചയാണ് എന്ന് ഹാഫിൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. അർ-റദ്ദുൽ വാഫിർ എന്ന കിതാബിന്റെ ആമുഖത്തിലാണ് അത് പറയുന്നത്. അതേപോലെ തന്നെ ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രിയപ്പെട്ട മറ്റൊരു ശിഷ്യനാണ് അൽ ഇമാം അദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാൻ, വഹുവ അക്ബറു മിൻ അൻ യുനബ്ബിഹ അലാ സീറത്തിഹി മിസ്ലി. ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞതുപോലെ തന്നെ എന്നെപ്പോലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നതിലും മേലെയാണ് അദ്ദേഹം.
ഫലൗ ഹലഫ്തു ബൈന റുക്നി വൽ മഖാമി ലഹലഫ്തു അന്നി മാ റഅയ്തു മിത്ലഹു വഅന്നഹു മാ റഅ മിത്ല നഫ്സിഹി. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞ അതേപോലെ വർത്തനം പറയാം. റുക്നുൽ യമാനിയുടെയും മഖാം ഇബ്രാഹിമിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല, അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്താൽ അസത്യം തല്ല, കുറ്റമായി തെറ്റാവുകയില്ല എന്ന്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ചിട്ട് ഇമാം ദഹബി പറയാൻ വഖാല ഫി ഇൽമിഹി ബിസുന്ന യസ്ദുഖു അൻ യുഖാല കുല്ലു ഹദീസിൻ ലാ യഅരിഫു ഇബ്നു തൈമിയ്യത ഫലൈസ ബിഹദീസ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അറിയാത്ത ഹദീസ് ഹദീസല്ല എന്ന് പറയുന്നത് ശരിയാകും എന്ന്. അത്രമാത്രം ഹദീസിൽ പ്രാവീണ്യമുള്ള ആളാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ അൽ ഹാഫിദ് ഇബ്നു സയ്യിദിൻ നാസ് എന്ന് പറയുന്ന പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞു, അൽഫൈതുഹു മിമ്മൻ അദ്റക മിനൽ ഉലൂമി ഹല്ല വകാന യസ്തഉഇബു സുനന വൽ ആസാറ ഹിഫ്ള. ഇൽമിൽ ഒരു വലിയ ഓഹരി കിട്ടിയ, ആസാറുകളെയും സുനനുകളെയും പൂർണ്ണമായും ഹിഫ്ളാക്കിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് എന്ന്. വലിയ ഇമാമാണ് എന്നർത്ഥം. അതേപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ അഷേഖ് ഇമാദുദ്ദീൻ അൽ വാസിത്തി. ഇമാദുദ്ദീൻ അൽ വാസിത്തി ആദ്യം ഷാഫി മദ്ഹബുകാരനായിരുന്നു, പിന്നീട് അദ്ദേഹം ഹംബലി മദ്ഹബിലേക്ക് മാറിയതാണ്. അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയാൻ ഫവല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹ് ലം യുറ തഹ്ത അദീമി സമാഇ മിസ്ലു ശൈഖികും ഇബ്നു തൈമിയ്യത ഇൽമൻ വ അമല. അല്ലാഹുവാണ്, പിന്നെയും അല്ലാഹുവാണ്, പിന്നെയും അല്ലാഹുവാണ്, ആകാശത്തിന്റെ ചോട്ടിൽ നിങ്ങളുടെ ഷെയ്ഖിനെ പോലെ ഒരു ഷെയ്ഖിനെ ആരും കണ്ടിട്ടുണ്ടാകുകയില്ല എന്ന്, ഇൽമിലും അമലിലും. സുബ്ഹാനല്ലാഹ്. ഇബ്നു ദഖീഖിൽ ഈദ് എന്ന് പറയുന്ന ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട ഫഖീഹാണ്, മുഹദ്ദിസാണ്. അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയാൻ റഅയ്തു റജുലൻ അൽ ഉലൂമു ബൈന ഐനൈ. ഞാൻ ഒരാളെ കണ്ടു, അയാളുടെ കൺമുന്നിലാണ് ഇൽമുള്ളത്, കണ്ണിന്റെ മുമ്പിൽ ഇൽമുണ്ട്. യഖുദു മാ ശാഅ മിൻഹാ വയത്റുകു മാ ശാഅ മിൻഹാ. കണ്ണിന് മുമ്പിൽ ഇൽമുണ്ട്, ഇഷ്ടമുള്ളത് എടുക്കുന്നു, ഇഷ്ടമുള്ളത് മാണ്ടാണ് നോക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ ഇൽമുള്ള ഒരാളായിട്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ ഞാൻ കണ്ടത് എന്ന്. കണ്ണിന്റെ മുമ്പിൽ ഇൽമുള്ള ആളായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് മുമ്പിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമുള്ള മാറ്റമൊക്കെയല്ലോ. അത്ര വിശാലമായ ആഴത്തിൽ ഇൽമുള്ള ആളായിട്ടാണ് എനിക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കാണാൻ പറ്റിയതെന്ന് ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട ഫഖീഹ് മുഹദ്ദിസുമായ ഇബ്നു ദഖീഖിൽ ഈദ് പറയാം. ഇതൊക്കെ ഈ വിധേയകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ എതിർക്കുന്ന വിധേയകൾ, പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണ്. അവരാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പുകഴ്ത്തുന്നത്. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനാണ് അബുൽ ഹജ്ജാജ് അൽ മിസ്സി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയാണ് മാ റഅയ്തു മിസ്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വലാ റഅ ഹുവ മിസ്ല നഫ്സി. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല. കാന സാഹിദൻ ഫി ദുനിയ. അദ്ദേഹം ദുനിയാവിൽ വിരക്തിയുള്ള ആളായിരുന്നു. യജിഉൽ മാലു ഫി കുല്ലി സന മാ ലാ യഖദു യുൻസ. ധാരാളം പണം അദ്ദേഹത്തിന് വരുമായിരുന്നു. ഫയുൻഫിഖുഹു ജമിയ. എല്ലാം അദ്ദേഹം ചെലവ് ചെയ്യുമായിരുന്നു. ലാ യൽതമിസു മിൻഹു ദിർഹമൻ വലാ യുൻഫിഖുഹു ഫി ഹാജതി. അതിലൊരു ദിർഹം അദ്ദേഹത്തിനോട് എടുത്തു വെക്കുകയോ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. ബൽ കാന ഇദാ ലം യഖ്ദിർ യഅമിദു ഇലാ ഷൈഇൻ മിൻ ലിബാസിഹി ഫയദ്ഫഉഹു ഇലാ സായിൽ. ഇനി പൈസ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഊരിയിട്ട് ചോദിച്ചാക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ദാനശീലനായ ആളാണ് അദ്ദേഹം. ഞാനിത് വായിച്ചത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പണ്ഡിതന്മാർ പുകഴ്ത്തിയ ഏതാനും ചില വാചകങ്ങളാണ്. ഈ വാചകങ്ങൾ തന്നെ നമുക്ക് മതിയായതാണ് ആരാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത്. നമ്മൾ ഇമാമായി കാണുന്ന, നമ്മൾ അദ്ദേഹത്തിൻ്റെ മൻഹജ് ഫോളോ ചെയ്യുന്ന, നമുക്ക് സലഫി മൻഹജ് പഠിപ്പിച്ചു തന്ന, സഹാബാക്കളുടെ അഖീദ പഠിപ്പിച്ചു തന്ന നമ്മുടെ ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആരാണെന്ന് ബോധ്യപ്പെടാൻ ഈ വാചകങ്ങൾ മതിയായതാണ്. അൽഹംദുലില്ലാഹ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് 300-ലേറെ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് മൊത്തത്തിലുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മൊത്തം 300 വാള്യങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ ചെറിയ ചെറിയ നോട്ട്സ് ആക്കുകയാണ് എങ്കിൽ 4000-ന്റെ മേലെ ഉണ്ടാകും എന്നാണ്. അത്രമാത്രം ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം എന്ന്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മൊത്തം ചെലവഴിച്ചത് സലഫി അഖീദ സ്ഥാപിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ അശ്അരികളായിരുന്നു. അതുപോലെ തന്നെ സൂഫികളാണ്. ഷാഫി അശ്അരികളും സൂഫികളൊക്കെ ആയിരുന്നു.
അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് പാടുപെടേണ്ടി വന്നു. വളരെ ഹിക്മത്തോടു കൂടി സലഫി അഖീദ അദ്ദേഹം സ്ഥാപിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പലരും ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, മാറ്റി നിർത്തി. അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തു. 6 പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. അവസാനം ജയിലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ചില പണ്ഡിതന്മാർ എഴുതിയത് അദ്ദേഹത്തിനെ പൂർണ്ണമായും അനുകൂലിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രിയ വിദ്യാർത്ഥി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് കൂടെ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ആ ഇബ്നുൽ ഖയ്യിമിന്റെ മടിയിൽ തലവെച്ചാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവസാന കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടത് എന്ന്. അദ്ദേഹത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, മാറ്റി നിർത്തി. ജയിലിൽ അടിച്ചതിന് ശേഷം വിധേയകൾ പ്രചരിപ്പിച്ചു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം വായിക്കാൻ പാടില്ല എന്ന്, കത്തിച്ചു കളയണമെന്ന്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പലരും കത്തിച്ചു കളഞ്ഞു. പല ലൈബ്രറികളിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് ശിഷ്യന്മാർ മാത്രം ഉസ്താദിന്റെ ഗ്രന്ഥം എടുത്തു വെച്ചു, ആരും അറിയാതെ. ഇന്ന ഗ്രന്ഥം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ വിധേയകൾക്ക് അതിന് ഇല്ലാണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കുലിയഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹു പറഞ്ഞ, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്താൽ അത് ബാക്കിയാകും. മാ കാന ലില്ലാഹി ബാക്കിയ, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്താൽ ബാക്കിയാകും. അത് ലോകത്തെ എല്ലാ ശത്രുക്കളും വന്ന് കത്തിച്ച് കരിച്ചാലും ശരി, ഇത് പിന്നീടും വേറെ വഴിയിലൂടെ അള്ളാഹു കൊണ്ടുവരും. കിതാബുകളൊക്കെ ബാക്കിയായി എന്ന് പറഞ്ഞു ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ. ഒറ്റക്കായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. നാട്ടുകാരൊക്കെതിരെ, നാട്ടിൽ ഭൂരിഭാഗവും അശ്ശരികളായ ഷാഫി അശ്ശരികൾ, സൂഫികൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ പിന്നാലെ കൂടി ചെറിയ ചെറിയ ഫിഖ്ഹി മസ്അലയുടെ പേരിൽ വരെ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുക്കുമായിരുന്നു. ചെറിയ വിഷയങ്ങൾ, വലിയ വലിയ വിഷയങ്ങളൊന്നുമല്ല, ഫിഖ്ഹി മസ്അലകളിൽ വരെ അദ്ദേഹം മുത്തലാഖ് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ വരെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിന്. ഒരു ഭർത്താവ് ഭാര്യയെ ഒറ്റ സദസ്സിൽ വെച്ചിട്ട്, നീ തലാഖ് ചെല്ലപ്പെട്ട പെണ്ണാണ്, നീ തലാഖ് ചെല്ലപ്പെട്ട പെണ്ണാണ്, നീ തലാഖ് ചെല്ലപ്പെട്ട പെണ്ണാണ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഒറ്റടിക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുകയില്ല. ഒന്നേ സംഭവിക്കുള്ളൂ. മൂന്ന് പ്രാവശ്യം പറയേണ്ടതാണ്, ഒറ്റ സദസ്സിൽ പറയേണ്ടതില്ല. മുത്തലാഖ് എന്ന ഒന്നില്ല എന്ന് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സമർത്ഥിച്ചതിന്റെ പേരിൽ ഷാഫി മദ്ഹബുകാരായ ആൾക്കാർ കേസ് കൊടുത്ത് ജയിലിൽ പോകേണ്ടതുണ്ട്. അദ്ദേഹം അവർക്കൊക്കെ മാപ്പ് കൊടുത്ത അവസാനം എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞുകൊണ്ട്, എന്നെ ഉപദ്രവിച്ചവർ, എനിക്കെതിരെ കുറ്റം പറഞ്ഞവർ, ആരോപണങ്ങൾ പറഞ്ഞവർ എല്ലാവർക്കും ഞാൻ മാപ്പ് വന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ നാട്ടിലുണ്ടായിരുന്ന ഈ അശ്അരി, സൂഫി, ഷാഫി മദ്ഹബുകാരായ അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ ഫത്വ കേട്ടിട്ട് അദ്ദേഹത്തെ ജയിലിലടച്ച ഒരു രാജാവുണ്ട്, അൽ മലിക്കുൻ നാസിർ. അദ്ദേഹത്തിന് അദ്ദേഹം മാപ്പ് കൊടുത്തു. പ്രത്യേകം എടുത്തു പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും എന്നെ ആക്രമിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ജയിലിലടച്ചത്, ഇവരുടെ വർത്തമാനം കേട്ടിട്ട് അതിൽ പെട്ടുപോയിട്ട് എന്നെ ജയിലിലടച്ചതാണ്. അയാൾക്കും ഞാൻ മാപ്പ് കൊടുത്തു. അങ്ങനെ സകലർക്കും മാപ്പ് കൊടുത്തു. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ശത്രുക്കൾക്കൊക്കെ മാപ്പ് കൊടുത്ത വലിയ പണ്ഡിതനാണ്. ആരോടും ദേഷ്യം ബാക്കിയാക്കിയിട്ടില്ല അദ്ദേഹം. എന്നാൽ ജയിലറയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഹിജ്റ 1726 അദ്ദേഹം മരണപ്പെടുന്നത്. ജയിലിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് തടിച്ചുകൂടിയ ജനസാഗരമായിരുന്നു. ജീവിക്കുന്ന കാലത്ത് ഒറ്റപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട പണ്ഡിതൻ ഹക്കിന് വേണ്ടി അടിയുറച്ച് നിലകൊണ്ടപ്പോൾ, സത്യം തുറന്നു പറഞ്ഞപ്പോൾ, ജനങ്ങളുടെ തൃപ്തി വേണ്ടാന്ന് വെച്ചപ്പോൾ, സത്യം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് എന്തും സഹിക്കാനും ത്യജിക്കാനും തയ്യാറായപ്പോൾ, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടിട്ട് തടിച്ചുകൂടിയ ജനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അന്ന് കടകളെല്ലാം പൂട്ടി, അന്ന് മാർക്കറ്റെല്ലാം ലീവായിരുന്നു. കേട്ടവർ ജനാസ കാണാൻ വേണ്ടി ഓടിക്കൂടി. ജീവിച്ച കാലത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്കെതിരെ ശബ്ദമുയർത്തിയ കള്ളാരോപണങ്ങൾ പറഞ്ഞ ഇബ്നു തൈമിയ്യ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച അദ്ദേഹത്തിന്റെ ശത്രുക്കൾ വരെ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു എന്ന ലോകം കണ്ട 2ാമത്തെ ജനസാഗരമായിരുന്നു, ജനാസയിൽ പങ്കെടുത്ത ആൾക്കൂട്ടം ആയിരുന്നു ശൈഖ് ഇബ്നു തൈമിയ്യയുടെ ജനാസ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ആദ്യത്തേത് ഇമാം അഹമ്മദിൻ്റെതാണ്. 8 ലക്ഷത്തിലേറെ പണ്ഡിതന്മാർ ആൾക്കാർ ഒരുമിച്ച് കൂടിയ ജനാസയായിരുന്നു ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ ജനാസ. ഇതേ അവസ്ഥയാണ് ഇമാം അഹമ്മദിനും. എല്ലാവരും ഒറ്റപ്പെടുത്തി. ഇമാം അഹമ്മദ് 3 വർഷം ജയിലിൽ പോയി അഖീദ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അഹ്ലുസുന്ന ജമാഅത്തിന്റെ നമ്മുടെ ഇമാമാണ്, ഇമാം അഹ്ലുസുന്നയുടെ ഇമാം അല്ലെ, ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അബ്ബാസി ഭരണാധികാരികളിൽ 8 ഭരണാധികാരികൾ ഖലീഫമാരുടെ കീഴിൽ ജീവിക്കേണ്ടി വന്ന ആളാണ് ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി. അദ്ദേഹം ഒരുപാട് അടിയും പീഡനം സഹിച്ച ആളാണ്. ചാട്ടവാറടി കൊണ്ട് അദ്ദേഹം തളർന്ന് വീണ് പോയിട്ടുണ്ട്.
ഇമാം അഹമ്മദ്, പ്രത്യേകിച്ച് ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്ന വിഷയത്തിൽ. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ജനാസ നിസ്കരിക്കാൻ തടിച്ചുകൂടിയ ആൾക്കാർ ലക്ഷങ്ങളാണ്. അതിനുശേഷം ഇബ്നു തൈമിയയുടെ ജനാസക്കാണ് ആൾക്കാർ ഒരുമിച്ച് കൂടിയത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അഹമ്മദിന് ശേഷം ഇബ്നു തൈമിയയുടെ ജനാസയിൽ പങ്കെടുത്ത ആൾക്കാരെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ മറ്റൊരു ജനാസക്കും പങ്കെടുത്തിട്ടില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറയാറുണ്ട്, ഓ അഹ്ലുസ് സുന്ന, നിങ്ങളുടെ വാഗ്ദത്ത ദിവസം നിങ്ങളുടെ മരണത്തിന്റെ അന്നാണ്, നിങ്ങളുടെ ജനാസ നിസ്കാരമാണ്. നിങ്ങൾ അഹ്ലുസ് സുന്നയാണോ? ആൾക്കാർ ഒരുമിച്ച് കൂടും. ജീവിക്കുന്ന കാലത്ത് ഹക്ക് തുറന്നു പറയുന്ന വിഷയത്തിൽ ജനങ്ങളുടെ തൃപ്തി നോക്കണ്ട, ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, മാറ്റി നിർത്തും, ഒന്നും നോക്കണ്ട. ഹക്കുമായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ വാഗ്ദത്ത ദിവസം എന്താണ്? യൗമുൽ ജനാസ, യൗമുൽ ജനാസയ. വിധേയികളോട് നമുക്ക് പറയാനുള്ളതാണ്. ഇമാം അഹമ്മദും അങ്ങനെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. വിധേയികളോട് നമ്മുടെ വാഗ്ദത്ത ദിവസം യൗമുൽ ജനാസയാണ്, അന്ന് കാണാം. എല്ലാവരും ഒരുമിച്ച് കൂടും. കാൽനടയായും വാഹനത്തിലുമായും ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ജനാസയിൽ പങ്കെടുക്കാൻ ആൾക്കാർ വന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കള്ളക്കേസ് കൊടുത്ത് കുടുക്കിയ വിഷയങ്ങൾ ഒന്ന് സിയാറത്താണ്, ഖബർ സിയാറത്താണ്. ഖബർ സിയാറത്ത് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം ശക്തമായി എതിർത്തു. 3 പള്ളികളിലല്ലാതെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സിയാറത്ത് ടൂറിനെ നിഷേധിച്ചു. ഇന്നൊക്കെ വിധേയികൾ, കുബൂരികൾ അധികം ചെയ്യുന്ന സിയാറത്ത് ടൂർ, ഒരു ദർഗകളിൽ സന്ദർശിക്കാൻ പോകുന്നത്, അതൊന്ന് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ ശക്തമായി എതിർത്തു. രണ്ടാമത്തെ തവസ്സുലിന്റെ വിഷയം, തവസ്സുലാണ്, അത് ഫിഖീ മസലയാണ്. മൂന്നാമത്തേത് തലാഖാണ്. ഇങ്ങനെയുള്ള മസലകളിലാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടച്ചത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആക്രമിക്കപ്പെട്ടവനായി, ബന്ധിസ്ഥനായി ആണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ അനുകരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ നെഞ്ചിലേറ്റുന്ന കോടാനുകോടി അനുയായികൾ അദ്ദേഹത്തിനുണ്ട്. ഇതൊന്നും ബാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ കീർത്തി ഇന്നും ബാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ ഇന്നും ബാക്കിയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ വായിക്കുന്നു, പുകഴ്ത്തുന്നു, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, ഇതേപോലുള്ള മുഹാദറകൾ നടത്തുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ ഇൽമു ബാക്കിയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതൊക്കെ നമുക്ക് പ്രചോദനമാണ്. അള്ളാന്റെ ദീനിന് വേണ്ടി സമയം കൊടുക്കാൻ. ഇതൊക്കെയാണ് നമ്മളും നേരിടാൻ പോകുന്നത്. ഹക്കിന് വേണ്ടി ഇറങ്ങുമ്പോൾ നാട്ടുകാരൊക്കെ നമുക്ക് എതിരാവും, വീട്ടുകാരെതിരാവും, ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, കള്ളാരോപണങ്ങൾ പ്രചരിപ്പിക്കും. അതൊന്നും മുകളിലെടുക്കുകയേ ചെയ്യരുത്. സത്യത്തിൻ്റെ ധ്വജവാഹകരായി, സത്യം തുറന്നു പറയുന്ന, സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ആൾക്കാരായി നമ്മൾ ഉറച്ചു നിൽക്കണം. ഒരടി പിന്നോട്ട് പോവുകയേ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മഹാന്മാരുടെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം അൽ ഖസീദത്തുൽ ലാമിയ, അതിൻ്റെ ഷർഹിലേക്ക് നമുക്ക് കടക്കാം. ചെറിയ രീതിയിലാണ് ഞാൻ ഷർഹ് ചെയ്തത്, വിശദമായി ഷർഹിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്നാമത്തേത്, ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥം രചിക്കുന്നത് ഒരാളുടെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ വരികളിലുണ്ട്. യാ സായിലി അമ്മദ്ഹബി വ അഖീദതി റുസികൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു. യാ സായിലി, എന്നെ ചോദിക്കുന്നവനെ, അമ്മദ്ഹബി, എൻ്റെ മദ്ഹബിനെ കുറിച്ച്, എൻ്റെ അഖീദയെ കുറിച്ച്, വ അഖീദതി, എൻ്റെ അഖീദയെ കുറിച്ച് ചോദിക്കുന്നവനെ, റുസികൽ ഹുദാ, ഹിദായത്ത്, ഹുദ, സന്മാർഗം നൽകപ്പെടട്ടെ. ദുആ, റുസികൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു, ഹിദായത്തിനെ ചോദിക്കുന്നവർക്ക് റിസ്ക്കായിട്ട് ഹിദായത്ത് നൽകപ്പെടട്ടെ. ആമീൻ. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ദുആ ആണ്. അപ്പോൾ ഈ ഒരു വരിയിലൂടെ എന്ത് മനസ്സിലായി? ചോദിച്ചൊരു വ്യക്തിക്കുള്ള മറുപടിയാണ് എന്നാണ്. യാ സായിലി, ചോദിക്കുന്നവർക്ക് ശേഷം. ചോദ്യത്തെക്കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട്, നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചോദ്യമാണ് അയാൾ ചോദിച്ചത്. പക്ഷെ അതിലൂടെ നമുക്ക് വലിയൊരു ഗ്രന്ഥം തന്നെ കിട്ടി. പലരും, പല പണ്ഡിതന്മാരും ഗ്രന്ഥം എഴുതാൻ കാരണം ചില തുല്ലാബുൽ ഇൽമിൻ്റെ ചോദ്യങ്ങളാണ് എന്നാണ്. നുഖ്ബ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ നുഖ്ബത്തുൽ ഫിഖർ, അത് ഫസഅലനി ബഅദുൽ ഇഖ്വാൻ അൻ ഉലഖിസ ലഹുൽ മുഹിമ്മ മിൻ ദാലിക ഫഅജബ്തുഹു
അസ്വാൽ റജാൽ ഇന്ദിറാജി ഫീ തിൽക്കൽ മസാലിക് ഫഅഖൂൽ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് നുഖുബ എഴുതിയത് അദ്ദേഹം. പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങൾ എഴുതി ചോദിച്ചതിന് അപ്പോൾ ചോദിച്ചാൽ എത്ര കൂലിയിട്ടൊക്കെ. അപ്പോൾ നല്ല ചോദ്യമാണ് എങ്കിൽ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നെങ്കിൽ മടി കൂടാതെ ചോദിക്കണം. ആ ചോദ്യത്തിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ചോദിച്ചത് നമുക്ക് മാത്രമാവില്ല കിട്ടുക, ഒരുപാട് പേർക്കത് ഉപകാരപ്രദമായേക്കാം. അദ്ദേഹം പറയാണ് ഇസ്മഅ കലാമ മുഹഖിഖിൻ ഫീ ഖൗലിഹി ലാ യൻസനി അൻഹു വലാ യതബദ്ദലു. ഇസ്മഅ, നീ കേൾക്കുക, കലാമ മുഹഖിഖിൻ, തഹ്ഖീഖുള്ള ഒരാളുടെ സംസാരത്തെ, ഫീ ഖൗലിഹി, സംസാരത്തിൽ, തൻ്റെ സംസാരത്തിൽ ദൃഢതയുള്ള യാഥാർത്ഥ്യം പഠിച്ച ഒരാളുടെ സംസാരത്തെ നീ കേൾക്കുക. ലാ യൻസനി അൻഹു വലാ യതബദ്ദലു, എന്തെയില്ല, ആ പറഞ്ഞ വാചകത്തിൽ നിന്നും ആ പറഞ്ഞ ആൾ തെറ്റിപ്പോവുകയോ മാറ്റി പറയുകയോ ഇല്ല. അങ്ങനെ ഉറപ്പുള്ള ദൃഢമായി പഠിച്ച, അതും പഠിച്ചത് മാത്രം സംസാരിക്കുന്ന ഒരാളുടെ സംസാരം നീ കേട്ടോ. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ പുകഴ്ത്താണ്, സ്വന്തം പുകഴ്ത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞത് ചിലപ്പോഴൊക്കെ സ്വന്തത്തെ പുകഴ്ത്തുക എന്നുള്ളത് ആവശ്യമായി വരും. അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും സഹാബാക്കളുടെ അസറുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. പല കാരണങ്ങളാകാം, ഒന്നുകിൽ പഠിപ്പിക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ നസീഹത്തൊന്നോണമാകാം. പല കാരണങ്ങളാലും പുകഴ്ത്തേണ്ട ആവശ്യം വന്നേക്കാം, ബോധ്യപ്പെടുത്താനാകാം, അറിയിക്കാനാകാം. ഇതൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ, ഇപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് സ്വന്തത്തെ പുകഴ്ത്തുക എന്നുള്ള ആക്ഷേപത്തിൽപ്പെടുകയില്ല. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ ചോദിച്ച ആളോട് പറയാണ് ഇസ്മഅ കലാമ മുഹഖിഖിൻ ഫീ ഖൗലിഹി ലാ യൻസനി. ഇൻസാന, ഇൻസിന എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവുകയില്ല. വലാ യതബദ്ദലു, മാറ്റി പറയുകയുമില്ല. അത്ര ഉറപ്പുള്ള ഒരാളുടെ സംസാരമാണ് നീ കേട്ടോ, പേടിക്കണ്ട. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹക്കാണ്, സത്യമാണ്, നല്ല ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ മസലകളൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും അവിടെ കഴിഞ്ഞു. യാ സായിലി അമ്മദ്ഹബി വ അഖീദതി റുസിക്കൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു ഇസ്മഅ കലാമ മുഹഖിഖിൻ ഫീ ഖൗലിഹി ലാ യൻസനി അൻഹു വലാ യതബദ്ദലു. ഇവർക്ക് 14 വരികളാണുള്ളത്. ആ 14 വരികളിലായിട്ടാണ് മറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ആദ്യം സംസാരിക്കുന്നത് ഹുബ്ബുസ് സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വ മവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. ഹുബ്ബുസ് സഹാബ, സഹാബാക്കളോടുള്ള സ്നേഹം, കുല്ലിഹിം, സഹാബാക്കൾ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം, ലീ മദ്ഹബു, അതെൻ്റെ അഖീദയാണ്, എൻ്റെ മദ്ഹബാണ്, എൻ്റെ നിലപാടാണ്. വ മവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു, അവരോടുള്ള ഖുർബ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അടുത്ത ഖറാബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കുടുംബത്തോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ തവസ്സുൽ ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഷെയ്ഖുൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം പറയുന്ന മസലത്തു സഹാബ, സഹാബാക്കളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സഹാബാക്കളെ കുറിച്ച് പറഞ്ഞത്? ആ സഹാബാക്കളിലൂടെയാണ് നമുക്ക് ഈ ദീൻ കിട്ടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുത്തത് സഹാബാക്കൾക്കാണ്. സഹാബാക്കൾക്കാണ് ഈ ദീൻ ശരിയായി അറിയുക. നമ്മളെപ്പോഴും പറയുന്ന നമ്മുടെ ഒരു മുദ്രാവാക്യമുണ്ട്, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ദീനല്ല, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ദീനല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ ശരിയാം വണ്ണം തെറ്റുകൂടാതെ പഠിച്ചവർ സഹാബാക്കളാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന, നമ്മൾ നിലകൊള്ളാൻ പോകുന്ന അഖീദക്കാരത സഹാബാക്കളാണ്. അതുകൊണ്ട് ആദ്യം സഹാബാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ക്ലിയർ ആക്കേണ്ടത്. എന്താണ് നമ്മുടെ സഹാബാക്കളുടെ നിലപാട്? ഹുബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു, സഹാബാക്കൾ എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. ആർക്കും നമ്മൾ എന്ത് ചെയ്യില്ല, വ്യതിരക്തത കൽപ്പിക്കുകയില്ല. സഹാബാക്കൾക്കിടയിൽ നമ്മൾ ഭിന്നിപ്പ് കൽപ്പിക്കുകയില്ല. എല്ലാവരെയും നമ്മൾ ഒരേപോലെ സ്നേഹിക്കും. നമ്മുടെ മദ്ഹബാണ്. സഹാബാക്കളുടെ വിഷയത്തിൽ പേച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ചില സഹാബാക്കളെ സ്നേഹിക്കുകയും ചില വെറുക്കുകയും ചെയ്യുന്നവരാണ്. സഹാബാക്കളുടെ വിഷയത്തിൽ പേച്ചുപോയ വളരെ പ്രധാനപ്പെട്ട 3 ടീമാണ്. ഒന്ന് റാഫിലിയാക്കൾ സഹാബാക്കളെ സ്നേഹിക്കുന്നു, നബി കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരൊന്നും ഖിലാഫത്തിന് അർഹരായിരുന്നില്ല. ഖിലാഫത്തിന് അർഹർ അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആൾക്കാരാണ്. പല സഹാബാക്കളെയും ഇവർ കാഫിറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പേച്ച മറ്റൊരു ടീമാണ് നവാസിബുകൾ, നാസിബിയാക്കൾ. അവർ നബി കുടുംബത്തോട് ദേഷ്യമുള്ള ആൾക്കാരാണ്. നബി കുടുംബത്തോട് പ്രത്യേക ദേഷ്യമാണ് നാസിബിയാക്കൾക്ക്. മൂന്നാമത്തത് ഖവാരിജുകൾ. ഖവാരിജുകളുടെ ദീനാണ് സഹാബാക്കൾക്ക് എതിരാകുക എന്നുള്ളത്. സഹാബാക്കളൊക്കെ കാഫിറായി, ഒരുപാട് സഹാബാക്കളെ കാഫിറാക്കുന്നവരാണ് ഖവാരിജുകൾ. ഈ മൂന്ന് കൂട്ടർ സഹാബാക്കളുടെ വിഷയത്തിൽ പേച്ചുപോയ ആൾക്കാരാണ്. റാഫിലികൾ, നാസിബികൾ, ഖാരിജികൾ, ഈ മൂന്ന് കൂട്ടർ. ഇവർക്കെതിരായിട്ടാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യത്തെ മസല പ്രഖ്യാപിക്കുന്നത്. ഹുബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വമവദ്ദത്തുൽ ഖുർബ ബിഹാ അതവസ്സലു എന്നല്ല, നബി കുടുംബത്തോടുള്ള എൻ്റെ സ്നേഹത്തെ മുൻനിർത്തി ഞാൻ അള്ളാഹുവിൽ തവസ്സുൽ ചെയ്യുന്നു എന്ന്. തവസ്സുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരോടുള്ള സ്നേഹത്തിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഇടയാളനെ നിശ്ചയിച്ച്, ഇടയിലാളെ നിശ്ചയിച്ചു കൊണ്ട് ഒരു കാര്യം നേടുന്നതിനാണ് തവസ്സുൽ എന്ന് പറയുക. ദീനിൽ തവസ്സുൽ രണ്ട് രീതിയിലാണ്. ഒന്ന് തവസ്സുലുൻ മശ്റൂഅ്, രണ്ട് തവസ്സുലുൻ മംനൂഅ്. തവസ്സുലുൻ മശ്റൂഅ്, ശറഅക്കപ്പെട്ട തവസ്സുൽ എന്ന് പറഞ്ഞാൽ അത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അത്തവസ്സുലു ബി അസ്മാഇല്ലാഹി വസിഫാത്തി, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ കൊണ്ടുള്ള തവസ്സുൽ. അള്ളാഹുവിൻ്റെ പേര് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക, അള്ളാഹുവിൻ്റെ വിശേഷണം മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക. അള്ളാഹുവെ നിന്റെ പേര് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവെ നിന്റെ വിശേഷണത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഹാദിർ. ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ട വന്ന ദുആകളാണ്, ദിക്റുകളാണ്. ഈ തവസ്സുൽ അനുവദനീയമായ തവസ്സുലാണ്. അള്ളാഹുവിൻ്റെ പേരുകളും സിഫത്തുകളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹാണ് ചോദിക്കൽ. രണ്ടാമത്തെ തവസ്സുൽ അത്തവസ്സുലു ബിൽ അഅമാലി സാലിഹ, സൽപ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹാണ് ചോദിക്കുക. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനമുണ്ട്, ഈമാൻ ആവട്ടെ ആമാലുകളാകട്ടെ, അവ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹാണ് ചോദിക്കുക. അള്ളാഹു ഞാൻ ഇന്ന് അമൽ ചെയ്തിട്ടുണ്ട്, ആ അമലിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ഇന്ന കാര്യം നീ നടപ്പിലാക്കി തരണേ. മൂന്നാമത്തേത് അത്തവസ്സുലു ബിദുആഇ റജുലിൻ സാലിഹിൻ ഹയ്യിൻ, ജീവിച്ചിരിക്കുന്ന സാലിഹായ വ്യക്തിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക, അത് തവസ്സുലാണ്. ഈ മൂന്ന് തവസ്സുൽ അനുവദനീയമായ തവസ്സുലാണ്. ഇത് മൂന്നും മാത്രമേ അനുവദനീയമായ തവസ്സുലുള്ളൂ. ഇതല്ലാത്ത തവസ്സുൽ, രണ്ടാമത്തെ അത്തവസ്സുൽ മംനൂഅ്, നിരോധിക്കപ്പെട്ട തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലോ ഹദീസിലോ തെളിവ് സ്ഥിരപ്പെടാതെയുള്ള ഇടയാളന്മാരെ നിശ്ചയിച്ചു കൊണ്ടുള്ള തവസ്സുലാണ് തവസ്സുൽ മംനൂഅ്, നിരോധിക്കപ്പെട്ട തവസ്സുൽ. ഉദാഹരണത്തിന് അല്ലാഹുവേ ഇന്നാളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ എന്നെ സഹായിക്കണേ, ഇന്ന മഹാന്റെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നത് തവസ്സുൽ മംനൂഅാണ്. ഇത് ബിദ്അത്താണ്. തവസ്സുൽ ഇബാദത്താണ്. ഇബാദത്ത് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടണം. ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടാത്ത ഇബാദത്ത് ബിദ്അത്താണ്. അപ്പോൾ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെടാത്ത ഇബാദത്താണ്. അതുകൊണ്ട് അത് ബിദ്അത്താണ്, ഹറാമാണ്. അനുവദിക്കപ്പെട്ട തവസ്സുൽ നമ്മൾ പറഞ്ഞ മൂന്ന് തരം തവസ്സുലാണ്. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ കൊണ്ടുള്ള തവസ്സുൽ, അള്ളാഹുവിൻ്റെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തവസ്സുൽ, സാലിഹായ വ്യക്തിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തവസ്സുൽ. ഇവിടെ ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വമവദ്ദത്തുൽ ഖുർബ ബിഹാ തവസ്സലു, നബി കുടുംബത്തോടുള്ള എൻ്റെ സ്നേഹത്തെ മുൻനിർത്തി ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, തവസ്സുൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് ഏത് തവസ്സുലിലാണ് പെടുക? അനുവദിക്കപ്പെട്ട തവസ്സുലിലെ രണ്ടാമത്തെ ഇനം അൽ അമലു സാലിഹ്, അത്തവസ്സുലു ബിൽ അഅമാലി സാലിഹ. സ്നേഹിക്കുക എന്നുള്ളത് അമലാണ്. നബി കുടുംബത്തെ സ്നേഹിക്കൽ ഇബാദത്താണ്. ആ നബി കുടുംബത്തെ സ്നേഹിക്കുന്ന എന്ന അമലിനെ മുൻനിർത്തി ഞാൻ അള്ളാഹു എന്നോട് ചോദിക്കുന്നു എന്ന അപ്പോൾ അനുവദിക്കപ്പെട്ട തവസ്സുലാണ് ഈ തവസ്സുൽ. അപ്പോൾ സഹാബാക്കളുടെ സ്നേഹം ആദ്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ കേട്ട് പഠിച്ച ആദ്യത്തെ ആൾക്കാരാണ് അവർ എന്നതിനാലാണ് അവരെ ആദ്യം എടുത്തു പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം അതിന് ശേഷം സഹാബാക്കളുടെ ഫള് പറയാൻ, വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ ലാകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു. വലികുല്ലിഹിം ഖദ്റുൻ, അവർക്കെല്ലാവർക്കും സ്ഥാനമുണ്ട്. വഫളായിലു, ഫളീലത്തുകളുമുണ്ട്, ശ്രേഷ്ഠതകളുമുണ്ട്. ചില നുസ്ഖകളിൽ വഫദ്ലുൻ സാതിഉൻ, തിളങ്ങുന്ന ശ്രേഷ്ഠതയുണ്ട് എന്നുണ്ട്.
ചില നുസ്ഖകൾ, 2 നുസ്ഖകളിലായിട്ട് അത് വന്നിട്ടുണ്ട്. ചിലതിൽ ഖദുറുൻ വ ഫളായിലു എന്നുള്ളത്, ചിലതിൽ ഖദുറുൻ വ ഫളലുൻ സാത്തിഉ എന്നാണുള്ളത്. ഫളലുൻ സാത്തി എന്ന് പറഞ്ഞാൽ വിശാലമായ, തിളങ്ങുന്ന ശ്രേഷ്ഠത അവർക്കുണ്ട് എന്ന്. ലാകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു, എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. സഹബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ സ്ഥാനം കിട്ടിയത്? ഒരുപാട് കാരണങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന്, ആദ്യം ആണുങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2, ആദ്യമായി ഖുർആൻ ഒരുമിച്ച് കൂട്ടിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് തൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവാക്കിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ മരണം വരെ തെറ്റാതെ കൂടെ നിന്ന സഹാബിയാണ്. ചതിക്കാതെ വഞ്ചിക്കാതെ കൂടെ നേലായി കൂടെ നിന്ന സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. യാത്രയിൽ പോലും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപെടുത്തിയതാണ്. യാത്രയിൽ റസൂൽ കൂടെ ഉണ്ടാവും, റസൂലിന്റെ മുമ്പിലും ബേക്കിലും നോക്കിക്കൊണ്ടുണ്ടാവും. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വരുന്നുണ്ടോ, അടിക്കാൻ വരുന്നുണ്ടോ നോക്കിക്കൊണ്ട് സംരക്ഷകനായി കൂടെ യാത്ര പോലും ചെയ്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 5-മത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് പകരം ഇമാം നിൽക്കാൻ കൽപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. 6-മത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ്, യാത്ര പോലുള്ള സന്ദർഭങ്ങളിലൊക്കെ റസൂലുള്ളാഹി ഇല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് അമീറാക്കുക. ഇതൊക്കെ മറ്റു സഹാബാക്കളിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വ്യതിരക്തനാക്കുന്ന, സ്ഥാനം നൽകുന്ന കാര്യങ്ങളാണ് എന്ന്. എല്ലാവർക്കും ഖദറുണ്ട്, ഫളലുണ്ട്, എന്നാൽ ലാകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളൽ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സിദ്ദീഖ് എന്നാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനിട്ട പേരാണ് അസ്-സിദ്ദീഖ്. എല്ലാവരും റസൂലുള്ളാഹിനെ കളവാക്കിയപ്പോൾ, ഇസ്രാ മിറാജ് പോയ സംഭവം റസൂലുള്ളാഹി വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഏയ് മുഹമ്മദ് കളവറിയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എൻ്റെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? ഇല്ല, സത്യമാണ്. അങ്ങനെയാണ് അന്ന് മുതൽ അദ്ദേഹത്തിന് പേര് വന്നത് സിദ്ദീഖ്. സിദ്ദീഖ് എന്ന ദർജ നേടിയെടുത്ത ആളാണ്. നമ്മൾ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങൾക്കുള്ള അറിയപ്പെട്ട 4 ദർജകൾ: 1 നുബുവത്തിന്റെ ദർജ, 2 തസ്ദീഖിന്റെ ദർജ, 3 ഷഹാദത്തിന്റെ ദർജ, 4 സലാഹിയത്തിന്റെ ദർജ. ഈ ദർജയിൽ 2ാം ദർജക്കാരനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ഏറ്റവും നല്ല കൂട്ടുകാരാണ് എന്ന്. സഹാബകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുലഫാഉർ റാഷിദുകളാണ്. അൽ ഖുലഫാഉ അൽ അർബഅ, 4 കൂട്ടർ: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അതിനുശേഷം അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേർ. ഈ 4 പേരുടെ കൂടെ ബാക്കി 6 പേർ ഏറ്റവും ശ്രേഷ്ഠരാണ്. അതിനുശേഷം ഈ 10 പേരല്ലാത്ത ബാക്കി സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആൾക്കാരുണ്ട്. ഈ 10 പേരുടെ പ്രത്യേകത എന്താണ്? ഒറ്റ സദസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, ഈ 10 പേരുടെയും പേരെടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേർ എന്ന് പറഞ്ഞത്. 10 പേരെന്നല്ല, ഒരുപാട് പേരുണ്ട്. ഈ 10 പേരുടെ ശ്രേഷ്ഠത പ്രത്യേകം വരാൻ കാരണം എന്താണ്? റസൂൽ പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന വഉമറും ഫിൽ ജന്ന വഉസ്മാനും ഫിൽ ജന്ന വഅലിയും ഫിൽ ജന്ന വതൽഹത്തും ഫിൽ ജന്ന വസഅദും ഫിൽ ജന്ന വസഈദും ഫിൽ ജന്ന. ഇങ്ങനെ ജന്ന ഫിൽ ജന്ന ഫിൽ ജന്ന 10 പേരുടെ പേരെടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത്, അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന. അതുകൂടാതെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഒരുപാട് സഹാബാക്കളുണ്ട്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, അല്ലെ, ആദ്യത്തെ ഷഹീദ സുമയ്യ റളിയല്ലാഹു തആല അൻഹ. അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇസ്ബിറു ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്ക്, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങളുടെ വാഗ്ദാന സമയം, സ്ഥലം അത് സ്വർഗമാണ് എന്ന. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ആൾക്കാരാണ് അവർ. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ബിലാലിന്റെ കാലടി ശബ്ദം ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സഹാബാക്കൾ റസൂലുള്ള സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അവർ പിന്നീട് ശ്രേഷ്ഠരായ ആൾക്കാരാണ്. പിന്നീട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ. ബദർ യുദ്ധത്തിൽ 317 പേർ പങ്കെടുത്തിരുന്നു. 317
14 പേര് ഷഹീദായി. ഈ ഷഹീദായ 14 പേരും ഷഹീദാകാത്ത ബാക്കിയുള്ളവരും എല്ലാവരും ബദരീങ്ങളാണ്. അവർക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ഷഹീദായ 14 പേര് മാത്രമല്ല ബദരീങ്ങൾ, അത് സമസ്തക്കാർക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ആലിഹ്യത്തുകളാക്കിയതാണ് അവർ. 317 പേരും ബദരീങ്ങളാണ്. അവർക്ക് 313 പേർക്കും ശ്രേഷ്ഠതയുണ്ട്. അതിനുശേഷം ഉഹദിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തത് എത്ര പേരാണ്? 700 പേരാണ്. 1000 പേരുണ്ടായിരുന്നു, 300 പേര് മുനാഫിക്കുകളായിരുന്നു. അവർ ഇടക്ക് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂലിന്റെ നേതൃത്വത്തിൽ ഇടക്ക് തിരിഞ്ഞുപോയി, പറ്റിച്ചു. മുനാഫിക്കുകളെല്ലാം ചതിയന്മാരാണ്, കൂടെ നിന്ന് ചതിക്കുക എന്നുള്ളതാണ് മുനാഫിക്കിന്റെ സ്വഭാവം. ബാക്കിയുള്ള 700 പേര് എത്ര പേര് മരിച്ചു? ഷഹീദായി 70 പേർ. അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള സഹാബാക്കൾ, ആ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവർ എന്ന ദർജ അങ്ങനെ കൊടുക്കും. ആദ്യം മുഹാജിറുകൾക്കാണ് ശ്രേഷ്ഠത, പിന്നെ അൻസാറുകൾക്ക്. അസ്സാബിഖൂന ലൗവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അപ്പോൾ ആദ്യം ആരെണ്ണി? മുഹാജിറുകൾ എണ്ണി, പിന്നെ അൻസാറുകളെ. അപ്പൊ എല്ലാവർക്കും ശ്രേഷ്ഠതയുണ്ട്. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫദായിലു ലകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്? അബ്ദുല്ലാഹിബ്നു അബി ഖുഹാഫ. അബൂ ഖുഹാഫിന്റെ പേരെന്താണ്? ഉസ്മാൻ. അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കുറിച്ചിട്ട് ഒരുപാട് ഹദീസുകളിൽ നമ്മൾ ഒരുപാട് ഖുതുബയൊക്കെ പറഞ്ഞതാണ്. സഹാബാക്കളുടെ ചരിത്രം, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ പോയാൽ ഒരു ദിവസം തികയില്ല, അത്ര പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബാക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന്. എൻ്റെ സഹാബാക്കൾ നിങ്ങൾക്ക് നിർഭയത്വമാണ്, എൻ്റെ ഉമ്മത്തിന് നിർഭയത്വമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരുപാട് ശ്രേഷ്ഠതകൾ സഹാബാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ശ്രേഷ്ഠാണെന്ന വിഷയത്തിൽ ഇജ്മാഅ്. എന്ന് മാത്രമല്ല വസയുജന്നബുഹൽ അത്ഖ, ഏറ്റവും തഖ്വയുള്ള ആളെ ആ നരകത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് എന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് എന്ന വിഷയത്തിൽ ഇജ്മാഅ് ഉണ്ട്. അത്ര ശ്രേഷ്ഠതയുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ശേഷം ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു മസലയിലേക്ക് എടുക്കാൻ, ഏറെ പ്രസിദ്ധമായ ഒരു മസലയാണത്. എന്താണ്? അൽ ഖുർആനു കലാമുല്ലാഹ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അറിയപ്പെട്ട ഒരു പ്രയോഗമുണ്ട്, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല. അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവർക്കെതിരാണ് ഇമാം അഹമ്മദ് നിലകൊണ്ടത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടത്, ഒരുപാട് അടികൊണ്ടത്, ജയിലിൽ പോകേണ്ടി വന്നത്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ആ മസലയെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്, വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. വഅഖൂലു ഫിൽ ഖുർആൻ, ഖുർആന്റെ വിഷയത്തിൽ ഞാൻ പറയുന്നു, മാ ജാഅത് ബിഹി ആയാതുഹു, ഖുർആനിന്റെ ആയാത്തുകൾ എന്താണോ അള്ളാഹുവിൻ്റെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് അത് ഞാൻ പറയും. ഫഹുവൽ കരീമുൽ മുൻസലു, ഖുർആൻ അള്ളാഹുവിൻ്റെ ഭാഗത്തും ഇറക്കപ്പെട്ട കരീമായ ഗ്രന്ഥമാണ്. ഖുർആനെ കുറിച്ച് അള്ളാഹു പറയുകയാണ് അൽ കരീം. ചില നുസ്ഖയിൽ അൽ ഖദീം എന്ന് വന്നിട്ടുണ്ട്, അത് തെറ്റാണ്, അത് കറുത്ത് കൂട്ടപ്പെട്ടതാണെന്നൊക്കെ പറയപ്പെടുന്നു. ചില നുസ്ഖയിൽ അലീം എന്നും വന്നിട്ടുണ്ട്, അതും തെറ്റല്ല. ഖദീം എന്ന അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് എവിടെയും പറയപ്പെട്ടിട്ടില്ല. അവൽ എന്നാണ് അർത്ഥം എങ്കിൽ, അത് അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ ശരിയാണ്. അൽ അവൽ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് അൽ കദീം എന്ന് പറയുന്നത് അള്ളാഹു കദീമാണെന്ന് പറയും. ഇല്ല, അള്ളാഹിനെ കുറിച്ചിട്ട് കദീം എന്ന് എവിടെയും പറയപ്പെട്ടിട്ടില്ല. ഖുർആനും അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. ഖുർആനുടെ അൽ കരീം അല്ലെങ്കിൽ അലീം എന്ന രണ്ട് പ്രയോഗമാണ് ശരിയായ പ്രയോഗം. ഇവിടെ നമ്മുടെ നുസ്ഖയിലുള്ള അൽ കരീം എന്നാണ്. ഫഹുവൽ കരീമുൽ മുൻസലു, ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണത്. ഖുർആന്റെ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട് ഇതാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹു യോജിച്ച രീതിയിൽ സംസാരിക്കും, അള്ളാഹുവിന് യോജിച്ച രീതിയിൽ സംസാരിക്കും. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ സംസാരത്തിന് ഹർഫുകളുണ്ട്, അള്ളാഹുവിൻ്റെ സംസാരത്തിന് ശബ്ദവുമുണ്ട്. അള്ളാഹുവിൻ്റെ സംസാരത്തിന് ശബ്ദമില്ല, ഹർഫില്ല എന്നൊക്കെ നിഷേധിച്ചു വന്ന ബിദഅകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നിഷേധിച്ചവരാണ് ജഹ്മികൾ, മുഅ്തസിലുകൾ, അശ്അരികൾ.
ഷോർട്ടായി പറയും ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞെത്തുക എവിടേക്കാണ്? ഖുർആൻ അള്ളാഹിൻ്റെ കലാമല്ല എന്നാണ്. അവിടേക്കാണ് അവർ പറഞ്ഞെത്തുക. അപ്പോൾ അശ്അരികളും അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കുന്നവരാണ് വിശാലമായ അർത്ഥത്തിൽ. അവിടെ വലിയ ഗ്രന്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞെത്തുന്നത് ഖുർആൻ്റെ നിഷേധത്തിലേക്കാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന നിഷേധത്തിലേക്കാണ്. എന്നാൽ ശൈഖ് ഇബ്നു തൈമിയ്യ പറയാണ്, നമ്മുടെ അഖീദ എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അത് അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അത് അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട് എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ സംസാരത്തിന് ഹർഫുമുണ്ട്, സൗത്തുമുണ്ട് എന്നാണ്. ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിലാണ് ഏറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമനുൽ മെഹ്ന എന്നാണ് ആ കാലത്ത് അറിയപ്പെടുന്നത് തന്നെ, പരീക്ഷണത്തിൻ്റെ കാലം. മർവാനാണ് ഈ വിഷയത്തിൽ മുഅ്തസിലികൾക്കും ജഹ്മികൾക്കൊക്കെ വാൽ തുറന്നു കൊടുത്തത്. അവർ വല്ലാതെ വിധേയികളന്ന് ഈ വാദം പ്രചരിപ്പിക്കുകയും ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയാത്തവരെ കൊല്ലുകയും വരെ ചെയ്തിട്ടുണ്ടെന്ന്. അന്ന് മരണത്തെപ്പോലും പേടിക്കാതെ ഈ ഹക്ക് തുറന്നു പറഞ്ഞാണ് ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മരണത്തെ പേടിച്ച്, അടി പേടിച്ച്, ജയിൽ പേടിച്ച് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഹക്ക് അതോടുകൂടി ഇല്ലാണ്ടാകുമായിരുന്നു. ശേഷമുള്ളവർക്ക് ഈ സത്യം കിട്ടുമായിരുന്നില്ല. നമ്മളൊക്കെ ഏറ്റവും വേച്ച അഖീദ ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം പറയുന്നവരായി മാറും. ഇമാം അഹ്മദ് അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ ഒരുപാട് ദറജകൾ കൊടുക്കട്ടെ, സന്തോഷവും റാഹത്തും കൊടുക്കട്ടെ. അടികൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, അഹ്മദ്, ഞാൻ മരിക്കാൻ പോവാണ്, ഇനി നീയേ ഉള്ളൂ, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, നീ വാക്ക് മാറ്റി പറയരുത്, ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. അഹ്മദ് ഉറച്ചു നിന്നു. വിധേയികൾ പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹ് എന്ന് നീ പറഞ്ഞോ, നമ്മൾ യോജിക്കുന്നു. ഖുർആൻ അള്ളാഹിന്റെ സംസാരമാണെന്ന് നീ പറഞ്ഞോ, നമുക്ക് അഭിപ്രത്യാസമൊന്നുമില്ല. ഗൈറു മഖ്ലൂഖ് എന്ന് പറയാൻ പാടില്ല, അത് നീ ഉണ്ടാക്കി, ബാക്കി നമുക്ക് പറയാം. ഇമാം അഹ്മദ് പറഞ്ഞു, ഇല്ല, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അള്ളാഹിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല. ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞതുപോലെ ആയത്തോ ഹദീസോ കൊണ്ടുപോവാ. ഖുർആൻ സൃഷ്ടിയാണെന്നതിന് ആയത്തോ ഹദീസോ കൊണ്ടുവന്നാൽ ഞാൻ അത് പറയും. പക്ഷെ എനിക്ക് കിട്ടിയ ആയത്തോ ഹദീസ് എന്താണ്? ഖുർആൻ സൃഷ്ടിയല്ല എന്നാണ് ഉറച്ചു നിന്ന് ഇമാം അഹ്മദ് ഹംബൽ. അദ്ദേഹത്തെ ജയിലിലിട്ടിട്ട് ചാട്ടവാറ കൊണ്ട് അടിക്കുമായിരുന്നു പറഞ്ഞേ, മാറ്റി പറയാൻ വേണ്ടിയിട്ട്. മഖ്ലൂക്ക് എന്ന് പറഞ്ഞാൽ ഗൈർ ഒഴിവാക്കാൻ, ഗൈർ എന്ന കലിമത്ത് ഒഴിവാക്കാൻ, മഖ്ലൂക്ക് എന്ന് പറ, മഖ്ലൂക്ക് അല്ല എന്ന് പറയരുത്. അടികൊണ്ട് അദ്ദേഹം അടികൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ട്രൗസർ അഴിഞ്ഞുപോയി എന്ന് പറഞ്ഞത്. ഇമാം മുല്ല അലിൽക്കാരി റഹ്മത്തുള്ളാഹി അലൈഹി മിർക്കാത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ ഔറത്ത് നീ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൗസർ താനെ മേലോട്ടേക്ക് പൊന്തി, അത് അദ്ദേഹത്തിൻ്റെ കറാമത്തായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, വായിക്കേണ്ടതാണ്, അതൊക്കെ പഠിക്കേണ്ടതാണ്. ഇമാം അഹ്മദിൻ്റെ ആ ചരിത്രം അതാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാചകത്തിലൂടെ പറയുന്നത്. വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു വഹുവൽ കരീമുൽ മുൻസലു. ഹക്കിൻ്റെ ആൾക്കാർ എപ്പോൾ അങ്ങനെ മക്കളെ, അവർക്ക് പൂമാലകൾ അണിക്കപ്പെട്ടിട്ടില്ല, പരവതാനികൾ വിരിക്കപ്പെട്ടിട്ടില്ല, എല്ലാ അർത്ഥത്തിലും സ്വീകാര്യരായി അവർ രംഗത്ത് വന്നിട്ടില്ല. ഹക്കിൻ്റെ ആൾക്കാർ എപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ട്. അവർ ന്യൂനപക്ഷമാണ്. ബാത്തിലിൻ്റെ ആൾക്കാരാണ് കൂടുതലുള്ളത്, അവരാണ് ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. ഒരുപാട് സഹിക്കേണ്ടതിട്ടുണ്ട് ഇമാം അഹ്മദിനൊക്കെ, ഇമാം ഇബ്നു തൈമിയ്യക്കൊക്കെ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ. നമുക്ക് അടുത്ത മസല, ഇപ്പത്ര മസല പറഞ്ഞു, 3 മസല പറഞ്ഞു അല്ലേ. ഇനി 4ാമത്തെ മസല അദ്ദേഹം പറയുന്നത്, വഅഖൂലു ഖാലല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവലു. അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ. അഖൂലു, ഞാൻ പറയും, ഖാലല്ലാഹു ജല്ല ജലാലു, അള്ളാഹ് പറഞ്ഞു എന്ന് പറയും. വൽ മുസ്തഫൽ ഹാദി, ഹാദിയായ നേരായ പാതയിലേക്ക് നമ്മൾ നയിക്കുന്ന മുസ്തഫ, അതാരാണ്? അൽ മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളയും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞതെന്തോ അത് ഞാൻ പറയും. വല അതാവലു, ഞാൻ വ്യാഖ്യാനിക്കുകയില്ല, ഞാൻ തഅ്വീൽ ചെയ്യുകയില്ല എന്ന്. അള്ളാഹുവിൻ്റെ സിഫാത്തിലുള്ള നമ്മുടെ നിലപാടതാണ് അല്ലേ. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിനെ കുറിച്ച് എന്തു പറഞ്ഞോ അത് പറയും, അതാണ് നമ്മുടെ നിലപാട്. അതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല. 4 കൈദുകളോടുകൂടി അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തണം എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളയും അള്ളാഹിൻ്റെ റസൂലും അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞോ, ഉണ്ട് എന്ന് പറഞ്ഞതിനെ ഉണ്ട് എന്ന് പറയും, ഇല്ല എന്ന് പറഞ്ഞതിനെ ഇല്ല എന്ന് പറയും. ഉണ്ട് എന്ന് പറയാത്തതിനെ ഇല്ല എന്ന് പറയില്ല, ഇല്ല എന്ന് പറഞ്ഞതിനെ ഇല്ല എന്ന് പറയും. അള്ളാഹിനെ കുറിച്ചിട്ട് എന്താണോ പറഞ്ഞത് അത് അതുപോലെ പറയും.
അതാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട്. എങ്ങനെ പറയണം? അള്ളാഹുവിൻ്റെ വിശേഷണത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹ് പറഞ്ഞതാണ്. ഉണ്ട് നമ്മൾ പറയും, എങ്ങനെയെന്നറിയില്ല, ബിലാ കൈഫ് ചില ശേഷം നമ്മൾ പറയുന്നുണ്ട്. അതിന് വ്യാഖ്യാനിക്കയില്ല. എങ്ങനെ പറയണം? ബിലാ തഹരീഫ്, ദുർവ്യാഖ്യാനിക്കാതെ, വല താഴ്ചയിൽ നിഷേധിക്കാതെ, വല തംസീൽ ഉപമപ്പെടുത്തി പറയാതെ, വല തകീഫ് രൂപം പറയാതെ, സമപ്പെടുത്തി പറയാതെ, താരതമ്യം ചെയ്ത് പറയാതെ, നിഷേധിക്കാതെ, ദുർവ്യാഖ്യാനിക്കാതെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നോ അങ്ങനെയുണ്ട് എന്ന് പറയണം. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇറങ്ങും, അതുകൊണ്ട് ഇറങ്ങും. എങ്ങനെ ഇറങ്ങും നമുക്കറിയില്ല. അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അള്ളാഹ് ഇറങ്ങും. അള്ളാഹുവിന് കണ്ണുണ്ട് എന്നുള്ള പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അത് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. കണ്ണ്, കൈ, കാല് ഇതൊക്കെ അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ പഠിച്ചു വെക്കേണ്ട വിഷയം എന്താണ്? അതൊന്നും അള്ളാഹുവിൻ്റെ അവയവമല്ല. അള്ളാഹുവിന് അവയവമുണ്ട് എന്ന് പറയൽ കുഫ്റാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ്ക്കുണ്ട് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. വലില്ലാഹി അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല പേരുകളുണ്ട്, അള്ളാഹ് പറഞ്ഞതാണ്. വലഹു അൽ മസലുൽ ആല, അള്ളാഹുവിന് ഉന്നതങ്ങളായ വിശേഷണങ്ങളും ഉണ്ട് എന്നുള്ള പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹ്ക്കുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും അള്ളാഹിൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണമായിരിക്കും. അപ്പോൾ അള്ളാഹുവിന് കണ്ണുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹു ഇറങ്ങി വരും, അള്ളാഹു വരും, അള്ളാഹുവിന് കോപമുണ്ട്, അള്ളാഹുവിന് കൃപയുണ്ട്, ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്, അവയവങ്ങളല്ല. സൃഷ്ടികളുടെ ഒന്നും തന്നെ അള്ളാഹുവിനില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹു ഒരാളെയും പോലെയല്ല. പക്ഷേ വഹുവ സമീഉൽ ബസീർ, അള്ളാഹ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണം അംഗീകരിച്ച ആൾക്കെ സലഫി എന്ന് പറയും. ബിദഈകളും സലഫികളും വേറിട്ട് നിൽക്കുന്നത് എന്തിൻ്റെ വിഷയത്തിലാണ്? അള്ളാഹുവിൻ്റെ സിഫാത്തിൻ്റെ വിഷയത്തിലാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തിൻ്റെ വിഷയത്തിൽ സലഫുകൾ പറഞ്ഞ അതേ അഖീദ പറഞ്ഞവൻ സലഫി, അതിൽ വിഭിന്നമായി പറഞ്ഞവൻ ബിദഈ. അശ്ശരികളെ വിദഗ്ധകളെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അശ്ശരികൾ അസ്മാ സിഫാത്തിൽ പേച്ച ആൾക്കാരാണ്. അശ്ശരികൾ അസ്മാ സിഫാത്തിലൊന്നല്ല, ഉലമാക്കൾ കുഫ്രാണെന്ന് പറഞ്ഞ 8 മസ്അലകളിൽ അശ്ശരികൾ പേച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഭാഗക്കാരും അസ്മാ സിഫാത്തിലും അവർ പേച്ചു പോയിട്ടുണ്ട്. വല അതഅവലു, ഞാൻ തഅ്വീൽ ചെയ്യുകയില്ല. ഇവിടെ തഅ്വീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർവ്യാഖ്യാനിക്കുകയില്ല, അത് തഹരീഫ്. ശൈഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ തഹരീഫ് അതാണ്. ഞാൻ തഹരീഫ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം പറയുകയില്ല. ഭാഷ തേടുന്ന അർത്ഥം എന്താണോ അത് ഞാൻ സ്ഥിരപ്പെടുത്തും. യദ് കൈ, ഐൻ കണ്ണ്, എൻജിലു ഇറങ്ങും. ഭാഷ തേടുന്ന അർത്ഥം ഞാൻ സ്ഥിരപ്പെടുത്തും. നമ്മൾ സ്ഥിരപ്പെടുത്താത്തത് എന്താണ്? അത് എങ്ങനെയെന്നറിയില്ല എന്നിടത്താണ് നമ്മൾ ഇല്ല എന്ന് പറയുന്നത്. അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്, അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അത് എങ്ങനെയെന്നറിയില്ല. അള്ളാഹുവിന് കണ്ണുണ്ട്, അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അള്ളാഹു യോജിച്ച രീതിയിലുണ്ട്, അത് അള്ളാഹുവിൻ്റെ അവയവമല്ല, അതെങ്ങനെയെന്നറിയില്ല. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, അള്ളാഹു യോജിച്ചതിൽ ഇറങ്ങി വരും, അതെങ്ങനെ അത് ഇറങ്ങുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. ബിലാ കൈഫ്, കൈഫിയത്ത് നമുക്കറിയില്ല. കൈഫിയത്ത് അറിയില്ല പറഞ്ഞാൽ കൈഫിയത്തിനെ കുറിച്ചറിയില്ല. നമ്മൾ നിഷേധിക്കുന്നത് കൈഫിയത്തിനെയല്ല, കൈഫിയത്തിൻ്റെ ഇൽമിനെയാണ്. അത് എങ്ങനെയെന്നറിയില്ല. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈഫിയത്തില്ല എന്നല്ല, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈഫിയത്തുണ്ട്, അത് അള്ളാഹ് യോജിച്ച രീതിയിലുണ്ട്, അത് എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ, ലാമിയൊക്കെ ആദ്യമായി ഷറഹ് എഴുതിയ ആള് അഹ്മദ് ബിൻ അബ്ദുല്ല അൽ മർദാവി, അദ്ദേഹം അസ്മാ സിഫാത്തിൽ പേച്ചു പോയ ആളെന്ന് പറഞ്ഞു. നമ്മൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അത് തഫ്വീലിൻ്റെ വാദക്കാരനാണ്. അഹ്ലുസുന്നയും തഫ്വീലിൻ്റെ ആൾക്കാർ മുഫവ്വിലുകളും വേർതിരിയുന്നത് ചെറിയ പോയിന്റിലാണ്. അഹ്ലുസുന്ന പറയും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ ഭാഷ തേടുന്ന അർത്ഥം നമ്മൾ വെക്കുകയും അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല എന്ന് പറയുകയും ചെയ്യും. അർത്ഥം സ്ഥിരീകരിക്കുകയും കൈഫിയത്തിൻ്റെ ഇൽമിനെ നിഷേധിക്കുകയും ചെയ്യും. എന്നാൽ ഈ മുഫവ്വിലുകൾ എന്ന് പറയുന്ന ആൾക്കാർ പറയും അർത്ഥം തന്നെ നമുക്കറിയില്ല. അള്ളാഹുവിന് എതുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വേർഡ് അള്ളാഹ് പ്രയോഗിച്ചു, അർത്ഥം അറിയില്ല, കൈഫിയത്തും അറിയില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എന്തോ ഇറങ്ങുമെന്നൊരു വേർഡ് റസൂൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, അതെന്താന്ന് നമുക്കറിയില്ല, മാനയും അറിയില്ല, കൈഫിയത്തും അറിയില്ല. മാനയെയും കൈഫിയത്തിനെയും നിഷേധിക്കുന്നവരാണ് മുഫവ്വിലുകൾ. വലിയ ഷർറായ ഒരു ടീമാണ് അവർ. ഈ വിഷയത്തെ ഏറ്റവും പേച്ചവരാണ് അവർ.
ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അത്തഫ്വീദു ശർറുൻ മിന തഅതീൽ, തഅതീലിനേക്കാൾ വലിയ ഷർറാണ് തഫ്വീദ് എന്ന്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഇമാം അഹ്മദിന്റെ വാചകമായി അതിനെ ഉദ്ധരിക്കുന്നുണ്ട്. തഫ്വീദ് എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് അള്ളാഹും അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഭാഷാർത്ഥവും അറിയില്ല, കൈഫിയത്തും അറിയില്ല എന്ന് പറയൽ. എന്നാൽ അഹ്ലുസുന്ന പറയും ഭാഷാർത്ഥം അറിയാം, കൈഫിയത്ത് അറിയില്ല. എത് എന്ന് പറഞ്ഞാൽ കൈയാണെന്നറിയാം, ആ കൈ എങ്ങനെയെന്നറിയില്ല. എൻസിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും എന്നറിയാം, അത് എങ്ങനെയെന്നറിയില്ല. അള്ളാഹ് വരും എന്ന് പറഞ്ഞാൽ എജീവ് എന്ന് പറഞ്ഞാൽ വരും എന്നാണ് അർത്ഥം എന്നറിയാം, എങ്ങനെയാ വരിക എന്നറിയില്ല. ഇതാണ് അള്ളാഹുവിന്റെ സിഫാത്തിലുള്ള നമ്മുടെ നില. അതാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ പറയുന്നത് വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു. അള്ളാഹും അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞോ അതുപോലെ ഞാൻ പറയും, വലാ അതഅവ്വലു, ഞാൻ അതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല എന്ന്. പക്ഷെ ഒരുപാട് ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ്, ചർച്ചകളൊക്കെ നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ ലാമിയെ ഒന്ന് പരിചയപ്പെട്ടു പോകാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അഞ്ചാമത്തെ മസലയല്ലേ അദ്ദേഹം പറയുന്നത്? ഞാനിപ്പോൾ പറഞ്ഞ മസല ഒന്നുകൂടെ തഹ്കീ ചെയ്യാണ്. അള്ളാഹ് പറഞ്ഞ പോലെ പറയുന്നു പറഞ്ഞില്ലേ, ഒന്നുകൂടി സമർത്ഥിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് അള്ളാഹ് പറഞ്ഞ എല്ലാ സിഫാത്തുകളെയും ഉമിറുഹ, ഞാൻ ഇമ്രാർ ചെയ്യും, അതിനെ നടത്തും. എങ്ങനെ? ഹക്കൻ, ഹക്കായി, കമാനക്കലത്ത്. ഹക്കൻ എന്തും മഫ്ഊൽ മുത്ലഖാൻ, ഉഹിക്കു ഹക്കൻ കമാനക്കലത്തിറാസുൽ അവ്വലു. അത്തിറാസുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യ തലമുറക്കാർ, സലഫുകൾ. അത്തിറാസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും നല്ലതിനാണ് തിറാസ് എന്ന് പറയാം. ഇവിടെ അത്തിറാസുൽ അവ്വൽ ആദ്യത്തെ നല്ല തലമുറക്കാർ, അതായത് ഉന്നത നിലവാരമുള്ള ആൾക്കാർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇവിടെ തിറാസ് രൂപം, മാതൃക, ശൈലി എന്നൊക്കെയാണ് ഭാഷാർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സലഫുകളെയാണ്. അത്തിറാസുൽ അവ്വൽ, പൂർവികർ. അവർ എങ്ങനെയാണ് ഉദ്ധരിച്ചു വന്നത് അതുപോലെ ഞാനതിനെ ഉദ്ധരിക്കും. അഹ്ലുസുന്നah ജമാ അള്ളാഹുവിന്റെ സിഫാത്തിന്റെ വിഷയത്തിൽ പറയുന്ന ഒരു വേർഡ് എന്താ അറിയോ? അമിർറൂഹ കമാ ജാഅത് ബിലാ കൈഫ്. എന്താ പറയാ? അമിർറൂഹ കമാ ജാഅത് ബിലാ കൈഫ്. ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിന്റെ വിശേഷണമായി പറഞ്ഞ കാര്യങ്ങളെ അമിർറൂഹ, അതിന് നീ അങ്ങനെ തന്നെ പറഞ്ഞുകൂടാ. ഭാഷാർത്ഥം എന്താണോ തേടുന്നത് ആ അർത്ഥം പറഞ്ഞു പോവുക, ബിലാ കൈഫ്, കൈഫിയത്തില്ലാതെ. ഇംറാറുഹ കമാ ജാഅത് ബിലാ കൈഫ്, ഇതാണ് കൈഫിയത്ത് പറയാതെ ഖുർആനിലും ഹദീസിലും അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞതിന് അതുപോലെ നീ പറഞ്ഞു വിടുക. അതാണ് ഇജ്റാഉഹ അലാ ലാഹിരിഹ എന്ന് പറയും ചില പണ്ഡിതന്മാർ. അതിന്റെ ഭാഷാർത്ഥത്തിന്റെ മേൽ നീ അതിനെ നടത്തിക്കുക, അതിനെ വ്യാഖ്യാനിക്കാൻ പോകരുത് എന്ന്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. ഇതിൽ വീണ്ടും അദ്ദേഹം ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി സമർത്ഥിക്കുന്നത്. സലഫുകളുടെ നിലപാട് അതാണ്. ആറാമത്തെ മസ്അല വീണ്ടും അള്ളാഹുവിന്റെ സിഫാത്തുമായി നമ്മൾ പറഞ്ഞില്ലേ 7 മസ്അലകൾ ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി സിഫാത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വഅറുദ്ദു ഉഹ്ദതഹാ ഇലാ നുഖാലിഹാ വഅസൂനുഹാ അൻ കുല്ലി മാ യുതഖയ്യലു. വഅറുദ്ദു ഉഹ്ദതഹാ, ഈ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള നിലപാടിന്റെ ഉത്തരവാദിത്തം, ഉഹ്ദത്ത്, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ വിടുന്നു ഇലാ നുഖാലിഹ, അത് ഉദ്ധരിച്ച ആളിലേക്ക്. അള്ളാഹിന്റെ റസൂലും പറഞ്ഞതായി നമുക്ക് പറഞ്ഞ ഇമാമുമാരുണ്ടല്ലോ, സലഫുകളുണ്ടല്ലോ, സഹാബാക്കളുണ്ടല്ലോ, അവരിലേക്ക് ഞാൻ അതിനെ വിടുന്നു. വഅസൂനുഹ, ആ അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഞാൻ സംരക്ഷിക്കും. അൻ കുല്ലി മാ യുതഖയ്യലു, എൻ്റെ ചിന്ത എന്തെല്ലാം തഖയ്യുലാകുന്നുണ്ടോ അതിൽ നിന്നെല്ലാം. നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല തഖയ്യുൽ. തഹരീഫ് പാടില്ല, തഅതീൽ പാടില്ല, തംതീൽ പാടില്ല, തകീഫ് പാടില്ല. എന്തെല്ലാം തഖയ്യുലുകൾ ഉണ്ടാകുന്നുവോ ആ തഖയ്യുലുകളിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ സംരക്ഷിക്കും. അള്ളാഹുവിന് യദുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും യദ് വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയില്ല, അതല്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നിയെങ്കിൽ അതല്ല. അൻകുല്ലിമായു തഹയ്യലു, തഹയ്യുലായി എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തെല്ലാം ഉണ്ടോ അവകളെല്ലാത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ അസൂനു, ഹഫിള യഹ്ഫളു അഹ്ഫളു, സംരക്ഷിക്കുമെന്നാണ്. അസൂനു സാന യസൂനു സൗനൻ, സംരക്ഷിക്കുക. വഅറുദ്ദു ഉഹ്ദതഹാ ഇലാ നുഖാലിഹാ വഅസൂനുഹാ അൻ കുല്ലി മാ യുതഖയ്യലു. ഈ 8ാമത്തെ മസാല, 8 അല്ലേ? 8 7 7ാമത്തെ മസാല അല്ലേ? അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഖുർആനെ, വീണ്ടും അതെന്നെ പറയാണ്. ഇത് മറ്റൊരു ഭാഗം. ഇവിടെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നിഷേധിച്ചവർക്കുള്ള മറുപടിയാണ്. ജഹ്മികളെ പോലെ, മുഅ്തസിലികളെ പോലെ, അശ്അരികളെ പോലുള്ള ആൾക്കാർക്ക് മറുപടിയാണ്. അദ്ദേഹം പറയാണ് ഖുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറഅഹു വഇദസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. ഖുബ്ഹൻ,
നാശം, ലിമൻ ഒരുത്തന്, നബദൽ ഖുർആന അവൻ ഖുർആനിനെ വലിച്ചെറിയുന്നു, വറാഅഹു തൻ്റെ പിന്നിലെ ഖുർആനിനെ വലിച്ചെറിഞ്ഞു. അതായത് എന്തെങ്കിലും വിഷയം തെളിവായി പറയാൻ വേണ്ടി പറയുമ്പോൾ ഖുർആനും ഹദീസല്ലേ ഉദ്ധരിക്കേണ്ടത്, അത് ഉദ്ധരിക്കുന്നതിന് പകരം ഖുർആനെ പിന്നിലേക്ക് ഇട്ടു. തെളിവായി ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഖാലൽ അഖ്തലു, അഖ്തൽ പറഞ്ഞു എന്ന് പറയുന്നു. അഖ്തൽ പറഞ്ഞു എന്ന് പറയുന്ന തെളിവായി ഉദ്ധരിക്കുമ്പോൾ, അതായത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ കലാമിന് ഹർഫും സൗത്തുമുണ്ട് എന്ന അഹ്ലുസുന്ന പറയുമ്പോൾ വിധേയികളായ അശ്അരികൾ, ലാലുകൾ, മുദില്ലുകൾ, നാശകാരികൾ, അശ്അരികൾ വലിയ ലലാലത്തിലാണ്, വലിയ അപകടകാരി. ഇന്ന് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അശ്അരികൾ. വേസ്റ്റിൻ്റെ കൊട്ട എന്ന് പറയുന്ന പോലെ ലലാലത്തിൻ്റെ കൊട്ട കൂട്ടിയിട്ട ഒരു മദ്ഹബാണ് അശ്അരികൾ. അവരോട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹ് സംസാരിക്കും, അള്ളാഹിൻ്റെ സംസാരത്തിന് ഹർഫുണ്ട്, സൗത്തുണ്ട്, ശബ്ദമുണ്ട്, ഹർഫുകളുണ്ട് എന്ന് പറയുമ്പോൾ അവരില്ല എന്ന് പറയും. എന്താ തെളിവ് ചോദിച്ചാൽ അവർ ഖുർആൻ ഓതൂല. ഖുർആൻ എന്തുണ്ട്? വൈൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ഏതെങ്കിലും മുശ്രിക്ക് പ്രവാചകരെ അങ്ങയുടെ അടുക്കൽ വന്നിട്ട് അഭയം തേടിയാൽ താങ്കൾ അഭയം കൊടുക്കണം. ഏതുവരെ? ഹത്താ യസ്മഅ കലാമല്ലാഹ്, പ്രവാചകരെ അങ്ങയിൽ നിന്നും അള്ളാന്റെ കലാം കേൾക്കുന്നത് വരെ. റസൂലയിൽ നിന്നും അള്ളാന്റെ കലാം എങ്ങനെയാണ് മുസ്ലിങ്ങൾ കേൾക്കുക? അപ്പൊ ഏതാണ് റസൂലിന്റെ കയ്യിലുള്ള അള്ളാന്റെ കലാം? ഖുർആനാണ്. അപ്പൊ ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് കേൾക്കാൻ പറ്റണം. അപ്പൊ അതിന് ഹർഫുകൾ വേണം. അള്ളാഹുവിന്റെ സംസാരം കേൾക്കുന്ന റസൂൽ പറഞ്ഞാണ്, അള്ളാഹു നാളെ പരലോകത്ത് വിളിക്കും. അപ്പോൾ അള്ളാഹിന്റെ സംസാരം ദൂരെയുള്ളവർ അടുത്തുള്ളവർ കേൾക്കുന്നത് പോലെ കേൾക്കും എന്ന്. അള്ളാഹു ശബ്ദത്തോട് വിളിക്കും. വിനാദി ബിസൗത്തിൻ, ശബ്ദം കൊണ്ടല്ല വിളിക്കുന്നത്. ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. നിങ്ങൾ തെളിവെന്താണ്? അശ്ശരികളായ ലാലുകളോട് വിധേയകളോട് ചോദിച്ചാൽ അവർ പറയും, അശ്ശരി എന്ന് പറഞ്ഞൊരു കവി പറഞ്ഞിട്ടുണ്ട്, സംസാരം എന്ന് പറഞ്ഞാൽ അതിന് ഹർഫും സൗത്തും ഇല്ല, അത് ഹൃദയത്തിലുള്ളതാണ്. ഒരു പാട്ട് പാടും, ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ കലാമി അലൽ ഫുആദി ദലീല. ഇന്നൽ കലാമ, തീർച്ചയായും സംസാരം, ലഫിൽ ഫുആദി, അത് ഹൃദയത്തിലുള്ളതാണ്. വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല, നാവിനെ ഹൃദയത്തിന്റെ തെളിവാക്കിയതാണ്. നാവിനെ ഹൃദയത്തിന്റെ തെളിവാക്കിയതാണ്. സംസാരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ളതാണ്, നാവ് കൊണ്ടുള്ളതെല്ലാം എന്ന് അഖ്തൽ പാടിയൊരു പാട്ടോട്. അഖ്തൽ ആരാണ്? നസ്രാനിയാണ്, ഒരു നസ്രാനി കവിയാണ് അഖ്തൽ. ആ അഖ്തൽ ഉദ്ധരിക്കും അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫു സൗത്തില്ലാതെ സ്ഥിരപ്പെടുത്താൻ. കവിത എന്താണ്? ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. അതിനേക്കാൾ ഒരു തമാശ എന്താ അറിയോ? ഒന്ന്, ഇവർ തെളിവെടുത്തത് തന്നെ ഒരു നസ്രാനിയുടെ കവിത, അഹ്ലുസുന്നയുടെ അഖീദയെ പൊളിക്കാൻ. രണ്ടാമത്തതോ, ആ കവിത തന്നെ ഇവർ തിരിമറി നടത്തി. അള്ളാഹുവിന്റെ ഖുർആന്റെ ആയാത്തുകൾ തിരിമറി നടത്തുന്നവർക്ക് പിന്നെന്താ ഒരു നസ്രാനിയുടെ കവിത തിരിമറി നടത്തുന്നത്? നസ്രാനിയുടെ ഈ കവിതയിലുള്ളതെന്നറിയോ? ഇന്നൽ ബയാന, ഇന്നൽ ബയാന ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. അത് അൽ ബയാനിലെ മാറ്റി കലാമാക്കി, ഇന്നൽ കലാമ ലഫിൽ ഫുആദി എന്നാക്കി മാറ്റിയവർ. മാത്രമല്ല അഖ്തലിൻ്റെതാണ് എന്ന് ഇത് സ്ഥിരപ്പെട്ടിട്ടുമില്ല. അത് വേറൊന്ന്. ഇവിടെ അഖ്തലിന്റെ കവിത എന്നിട്ട് പാടുക, വലിയ അറിയപ്പെട്ട കവിയാണ് അയാൾ. പക്ഷെ അയാളുടെ ദീവാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അറബി അറിയുന്ന ഒരു ഷെയ്ഖിനോട് ചോദിച്ചു, ഇങ്ങനെ അഖ്തലിന്റെ കവിതയിലുണ്ടോ? അപ്പോൾ എൻ്റെ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ അഖ്തലിന്റെ കവിത മൊത്തം പരിശോധിച്ചിന്, അതിൽ ഈ കവിത കണ്ടിട്ടില്ല. മാത്രമല്ല അഖ്തലിൻ്റെതായി ഉദ്ധരിക്കപ്പെടുന്ന കവിതയിൽ ഉള്ളത് ഇന്നൽ ബയാന എന്നാണ്. ശാസ്ത്രികൾ പാടുന്നതോ ഇന്നൽ കലാം എന്നാണ്. കള്ളന്മാരാണ് അശ്ശരികൾ, ലാലുകൾ, വിധേയികൾ. നമുക്ക് അപ്പോൾ അവർക്ക് നാശം എന്ന് പറയാണ്. കുബ്ഹൻ ലിമൻ നബദൽ ഖുറാന വറാഅഹു വൈദസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. ഏതെങ്കിലും കവി പറഞ്ഞതാണ് എടുക്കവര്. എന്നാൽ അഹ്ലുസുന്ന ജമാഅ അഖീദ പറയുമ്പോൾ ഈ അശ്ശരികൾ പറയും, ആ അഖീദ ആകണമെങ്കിൽ ആ ഹദീസ് മുതവാത്തിർ ആകണം. അയിമ്മത്തുകൾ ഒന്നടങ്കം സ്വീകരിച്ച ഖബറുൽ ആഹാദ് അവർ സ്വീകരിക്കൂല. അഖീദയിൽ അവർ പറയും അഖീദ സ്വീകരിക്കണമെങ്കിൽ ഹദീസ് മുതവാത്തിർ ആകണം. എന്നാൽ അവിടെ പേച്ച വേസ്റ്റ് സമർത്ഥിക്കാൻ, അവിടെ ലലാലത്ത് സ്ഥാപിക്കാൻ
ഹദീസും വിട്ട് നസ്രാനിയുടെ കവിത പാടാൻ ഒരു ഉളുപ്പില്ലാത്ത, ഒരു ലജ്ജയില്ലാത്ത ലാലുകൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വേറെ കുറേ കവിതകൾ അവരുടെ പേച്ചാക്കിയതെ കൊണ്ട് അവർ പാടുന്നുണ്ട്. അടുത്ത മസ്അല ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്ന മസ്അല, വൽ മുഅ്മിനൂന യറൗന ഹക്കൻ റബ്ബഹും വഇല സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു. മുഅ്മിനീങ്ങൾ യറൗന ഹക്കൻ റബ്ബഹും, നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണുക തന്നെ ചെയ്യും. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുമെന്നുള്ളത് ഒരുപാട് ആയത്തുകളുടെയും ഹദീസുകളുടെയും സ്ഥിരപ്പെട്ടതാണ്. ലില്ലദീന അഹ്സനു വൽ ഹുസ്ന വസിയാദ. ഇഹ്സാൻ ചെയ്തവർക്ക്, നന്മ ചെയ്തവർക്ക് എന്തുണ്ട്? ഹുസ്നയുണ്ട്. എന്താണ് അൽ ഹുസ്ന? സ്വർഗമാണ്. വസിയാദ, കുറച്ച് അധികമുണ്ട്. എന്താണ് അധികം? റുയ്യത്തുല്ലാഹ്, സ്വർഗത്തിൽ അള്ളാഹനെ കാണലാണ്. ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യമാണത്. വേറെ ആയത്തുള്ളവർ ലഹും മാ യശാഊന ഫീഹാ വലദൈന മസീദ്. സ്വർഗവാസികൾക്ക് അവർ ഉദ്ദേശിക്കുന്നതുണ്ട് നമ്മുടെ അടുക്കൽ അധികമായുമുണ്ട്. വലദൈന മസീദ്. എന്താണ് ലദൈന മസീദ് എന്നുള്ളത്? ആ മസീദ് റുയ്യത്തുല്ലാഹ്, അള്ളാഹനെ കാണലാണ്. വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ, പ്രശോഭിതരായ ചില മുഖങ്ങൾ, അവർ റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളവർ. കല്ലാ ബൽ റാന, എന്താണായത്? അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഓക്കേ, ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. കാഫിറുകളെ കുറിച്ച് പറഞ്ഞു, ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അവർ റബ്ബിനെ തൊട്ട് തടയപ്പെടുന്നവർ, മറക്കപ്പെടുന്നവരാണ്. ഈ ആയത്തോട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, കാഫിറുകൾക്ക് അള്ളാഹനെ കാണാൻ പറ്റില്ല എങ്കിൽ അതിന്റെ മഫ്ഹൂം മുഖാലഫ എന്താണ്? മുഅ്മിനീങ്ങൾക്ക് അള്ളാഹനെ കാണാൻ പറ്റും. മുഅ്മിനീങ്ങൾക്കും അള്ളാഹനെ കാണാൻ പറ്റില്ല എങ്കിൽ എന്തിനാണ് അള്ളാഹു കാഫിറുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയായിട്ട് അവർക്ക് റബ്ബിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? എല്ലാവർക്കും കാണാൻ പറ്റാത്തൊരു കാര്യം കുറച്ചു പേരോട് മാത്രം നിനക്ക് കാണാൻ പറ്റുക പറയുന്ന അർത്ഥമുണ്ടോ? ഇല്ല. അപ്പം മുഅ്മിനീങ്ങൾക്ക് അള്ളാഹനെ കാണാൻ പറ്റും. അത് ധാരാളം ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട അള്ളാഹനെ കാണും സ്വർഗത്തിൽ. അതേപോലെ തന്നെ ഹദീസിൽ പറഞ്ഞതാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമർ ലൈലത്തുൽ ബദ്ർ. 14 രാവിലെ നിങ്ങൾ ഖമറിനെ കാണുന്നത് പോലെ നിങ്ങൾ എന്ത് കാണും? അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണുമെന്ന്. അങ്ങനെ മുതവാത്തിറായ ഹദീസാണ്, ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട്. എന്നാൽ ഈ അള്ളാഹുവിൻ്റെ റുയ്യത്തെ നിഷേധിക്കുന്നവരാണ് ജഹ്മികൾ, മുഅ്തസിലികൾ. അവർ പറഞ്ഞാൽ അള്ളാഹനെ കാണൂല. അള്ളാഹുവിനെ കാണണമെങ്കിൽ പിന്നെ ബാക്കി പല ചർച്ചകളുണ്ട്. അത് മഖ്ലൂക്കിൻ്റെ സിഫത്താണ് അല്ലേ? അള്ളാഹു ഒരു സ്ഥലത്തുണ്ടാവണം, ആ സ്ഥലത്തുണ്ടാവണമെങ്കിൽ അവിടെ സ്ഥലം വേണം, അള്ളാഹു ആ സ്ഥലത്തിലേക്ക് ആവശ്യക്കാരനാകണം, അള്ളാഹുവിന് ഭാഗമുണ്ടാവണം. അങ്ങനെയൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ റുയ്യത്തിനെ നിഷേധിക്കും മുഅ്തസിലികളും ജഹ്മികളും. അശ്അരികൾ അള്ളാഹുവിനെ കാണുമെന്ന് അംഗീകരിക്കും. സത്യത്തിൽ അവരുടെ വാദവും ജഹ്മികൾ പറഞ്ഞ അതേ വാദം. ജഹ്മികൾ എന്തെന്ന് പറഞ്ഞോ അത് തന്നെയാണ് അശ്അരികളും പറയുന്നത്. ജഹ്മിയത്താണ് ശരിക്കും അശ്അരിയത്ത്. അതുകൊണ്ട് തന്നെ ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അശ്അരികൾക്ക് കൊടുക്കുന്ന മറുപടിയിലെല്ലാം പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ജഹ്മികൾ എന്നാണ്. അതിൻ്റെ ഒരു ഹിക്മത്ത് കൂടിയായിരുന്നു. കാരണം ജഹ്മികൾക്ക് മറുപടി കൊടുത്താൽ മതി, അത് ആർക്കുള്ള മറുപടി കൂടിയാണ്? അശ്അരികൾക്ക് കൂടിയുള്ള മറുപടിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് അശ്അരികൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അശ്അരികളെ നേരിട്ട് വിമർശിക്കാൻ ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് അശ്അരികളെ എന്ന് പറഞ്ഞിടത്ത് ജഹ്മികളെ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു. നമ്മൾ അശ്അരികളേക്കും അവരെല്ലാം വിമർശിക്കുന്നത് ജഹ്മികളെയാണ്. സത്യത്തിൽ ആരുടെ വാദം ആണത്? അശ്അരികളുടെ വാദം തന്നെയാണത്. ജഹ്മികൾ പറയുന്ന അതേ വാദം തന്നെയാണ് അള്ളാഹനെ കാണുന്ന വിഷയത്തിൽ അശ്അരികൾക്കുള്ളത്. പക്ഷെ അവർ പറയും അള്ളാഹനെ കാണും. എങ്ങനെ കാണാം? കമ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്ർ എന്നുള്ളവർ റസൂൽ പറഞ്ഞില്ലേ? അങ്ങനെയല്ല. ഉലൂവിലായി അള്ളാഹനെ കാണൂല. അള്ളാഹ് എങ്ങനെ കാണാൻ? ഉലൂവിലായി. അള്ളാഹുവിന് ഉലൂവ് എന്ന സിഫത്തുണ്ട്. അള്ളാഹു അർ റഹ്മാൻ അലൽ അർശി ഇസ്തവാ. അള്ളാഹു അർശിന്റെ മുകളിലാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ അള്ളാഹനെ കാണൽ ഉലൂവിലായാണ്, മുകളിലായാണ്. അള്ളാഹുവിന് ഉലൂവ് എന്ന സിഫത്തുണ്ട്. സൃഷ്ടികളുടെ മേലെയല്ല. സൃഷ്ടികൾക്ക് 6 ജിഹാത്തുകളുണ്ട്, ഭാഗങ്ങളുണ്ട്. മേലെ, താഴെ, വലത്, ഇടത്, മുമ്പ്, ബേക്ക്. അൽ ജിഹാത്തു സിത്ത്. ആ ജിഹാത്ത് ആർക്കില്ല? അള്ളാഹുവിനില്ല. അള്ളാഹുവിന് ഉലൂവ് എന്ന സിഫത്തുണ്ട്, മേലെ എന്ന സിഫത്ത്. അത് സൃഷ്ടികളുടെ മേലെയല്ല. അള്ളാഹുവിന് ചോദിച്ച രീതിയിലുണ്ട്, എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹിന്റെ സിഫത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹുവിന് ഉണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു. ഉണ്ട് എന്ന് പറയും. ഫഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ തഅവലു വജമീഉ ആയാത്തി സിഫാത്തി ഉമിറുഹാ ഹക്കൻ കമാ നകലത് തിറാസുൽ അവലു. ഇതാണ് നമ്മുടെ നിലപാട്. എന്നാൽ അശ്അരികൾ അത് നിഷേധിക്കും. അള്ളാഹു ഉലൂവ് എന്ന സിഫത്ത് അള്ളാഹ്ക്കില്ല. അപ്പോൾ മുഅ്തസിലികൾ ചോദിച്ചു,
എല്ലാ ശരികളെ. അപ്പോൾ എങ്ങനെ നിങ്ങൾ അള്ളാനെ കാണുക? ഒന്നുകിൽ അഹ്ലുസുന്ന പറയുന്ന പോലെ പറ, ഉലുവിലായി അള്ളാനെ കാണും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പറ, അള്ളാനെ കാണുന്നില്ല. നിങ്ങൾ പറയുന്നത് കാണും പക്ഷെ ഉലുവിലും അല്ല. പിന്നെ എങ്ങനെ അള്ളാനെ കാണുക? അശ്ശരികളുടെ എല്ലാ നിലപാടും നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അഹ്ലുസുന്ന പറയുന്നത് ഇങ്ങനെ, മുഅ്തസിലകൾ ചെയ്യുന്നത് ഇങ്ങനെ. നമ്മളിപ്പോൾ എങ്ങനെ പറയേണ്ടത്? നമുക്ക് ഇങ്ങനെ പറഞ്ഞേക്കാം. രണ്ടും കൂടെ കൂട്ടിയിട്ട് മൂന്നാമതൊന്ന് പറയും. ഒരു നിലവാരമില്ലാത്ത തരംതായ്ന്നവർ അശ്ശരികൾ, ലാലുകൾ, വിവരക്കേട് മാത്രമേ അവർ സമർത്ഥിച്ചിട്ടുള്ളൂ. ലലാലത്തും കുഫറും മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ അഖിലയിൽ. അതിലേക്ക് എത്ര വലിയ ഇമാമികളെ ചേർക്കപ്പെട്ട് പറഞ്ഞാലും അശ്ശരിയത്ത് ലലാലത്താണ്, ബിദ്അത്താണ്. അതിലൊരു ഖൈറുമില്ല. ലലാലത്തിന്റെ കൊട്ടയാണ് അശ്ശരിയത്ത്. എന്ത് വിഷയം നോക്കുമ്പോഴും അങ്ങനെ പറയാം. അവര് പറയാൻ സമയമില്ല നമുക്ക്. കുറേ മസലകൾ അങ്ങനെ ഉണ്ട്. ഈ വിഷയത്തിലും അവർ അങ്ങനെ പറഞ്ഞത് അള്ളാനെ കാണും പക്ഷെ ഉലൂബിലല്ല. പിന്നെ എങ്ങനെ കാണുക? കാണും. ഇനി ആ കാണും എന്നുള്ളത് ഷോർട്ട് വേർഡാണ്. അത് വിശദീകരണത്തിലേക്ക് പോയാലോ കാണൂല എന്ന് പറഞ്ഞ കാലത്ത്. അതുകൊണ്ട് അശ്ശരികളെ കുറിച്ചിട്ട് പല ഉലമാക്കളും പറഞ്ഞത്, അശ്ശരികൾ ഷോർട്ടായി പറഞ്ഞാൽ, ഇമാം അബുൽ ഹസൻ അശ്ശരിയെ കുറിച്ച് പറയാറുണ്ട്, ഷോർട്ടായി പറഞ്ഞാൽ ശരി പറ്റും, വിശദീകരിച്ചാൽ തെറ്റ് പറ്റും. ഷോർട്ടായി പറഞ്ഞാൽ അള്ളാനെ കാണും, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് പറയും. വിശദീകരിച്ചാലോ ഖുർആൻ അള്ളാൻ്റെ കലാമല്ല, നാളെ മുമ്പിൽ അള്ളാനെ കാണൂല എന്നൊക്കെ നമ്മൾ എത്തുക. വിശദീകരണം അശ്ശരികൾ. നമ്മളാക്കിയത് എന്താണ്? വൽ മുഅ്മിനൂന യറൗന ഹഖൻ റബ്ബഹും. മുഅ്മിനുകൾ എന്തായാലും അള്ളാനെ കാണും. വേറൊരു മസല, അടുത്ത മസല, അതേ വരിയിൽ വേറൊരു മസല ഷെയ്ഖ് സലീം പറയാണ്, വഇല സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു. വഇല സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ബിഗൈരി കൈഫിൻ യൻസിലു. ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു തബാറക വ തആല ഇലാ അസ്സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. അല്ലേ? രാത്രിയുടെ 1/3 ബാക്കിയായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ആര് പറഞ്ഞതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. എങ്ങനെ ഇറങ്ങി വരാ? ബിലാ കൈഫ് അമിറുഹ കമാ ജാഅത് ബിലാ കൈഫ്. അള്ളാഹ് ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇറങ്ങി വരും എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇതിനെക്കുറിച്ചിട്ട് ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ആരെന്നോട് ചോദിക്കുന്നു ഉത്തരം നൽകാം, ആര് ദുആ ചെയ്യുന്നു മറുപടി നൽകാം, ആർക്കാണ് റിസ്ക് വേണ്ടത് റിസ്ക് നൽകാം എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ ചോദിക്കുക അല്ലാഹുവിനോട്, തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ഈ വാരിക്ക് ചോദിക്കുക. ഇറങ്ങി വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളത് വിശ്വസിക്കുന്നു. വഇല സമായി ബിഗൈരി കൈഫിൻ യൻസിലു. അള്ളാഹുവിന്റെ നുസൂലിനെ നിഷേധിക്കുന്നവരാണ് അശ്ശരികൾ, ലാലുകൾ. എന്താ പറയുക? അള്ളാഹ് എല്ലാം ഇറങ്ങുക, അള്ളാഹിന്റെ റഹ്മത്താണ് ഇറങ്ങുക, അള്ളാഹിന്റെ മലക്കാണ് ഇറങ്ങുക, അള്ളാഹിന്റെ കൽപ്പനയാണ് ഇറങ്ങുക എന്നൊക്കെയാണ് ഇവർ പറയുക. അള്ളാഹ് ഇറങ്ങൂല. അപ്പൊ അള്ളാഹ് ഇറങ്ങുമ്പോൾ അള്ളാഹു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന, അപ്പൊ അള്ളാഹുവിന് മുകളിലുണ്ട് താഴെയുണ്ടെന്ന് പറയേണ്ടി വരും. സൃഷ്ടികൾ ഇവർ എന്ത് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തേക്ക് പോവുക? സൃഷ്ടികളിലേക്ക് പോവുക. എന്നിട്ടും സൃഷ്ടികളിലേക്കല്ല നിഷേധിക്കുക, അള്ളാഹിനെ നിഷേധിക്കുക. അള്ളാഹുവിന് കൈയുണ്ട്, നമ്മളെപ്പോലത്തെ കൈ, അവിടെ അള്ളാഹ് കൈയില്ല. അള്ളാഹ് ഇറങ്ങും, നമ്മ ഇറങ്ങുന്ന പോലെ അള്ളാഹ് ഇറങ്ങൂല. ഞാനൊരു അശ്ശരിയോട് സംബന്ധിച്ചപ്പോൾ ഞാൻ ഈ സംസാരിച്ചിരുന്നു, നിങ്ങൾ എന്ത് പറയുമ്പോൾ രണ്ടുപേരെയും അള്ളാഹിനൊക്കെ മഹ്ലൂക്കിനോട് സദൃശ്യപ്പെടുത്തിയിട്ട് അള്ളാഹ്ക്കില്ല എന്ന് പറയുന്നത് നേരെ തിരിച്ചില്ല എന്ന് പറഞ്ഞൂടെ? അള്ളാഹുവിന് കൈയുണ്ട്, സൃഷ്ടികൾക്കും കൈയുണ്ട്. അപ്പോൾ ഖാലിക്കിനും മഹ്ലൂക്കിനും കൈയുണ്ട്. അതുകൊണ്ട് മഹ്ലൂക്കിന് കൈയില്ല എന്ന് നിഷേധിക്ക്. അള്ളാഹ്ക്ക് മാത്രമായില്ലേ? സൃഷ്ടികളെ പോലെ ആകുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അള്ളാഹ്ക്ക് നിഷേധിക്കുന്ന? നേരെ തിരിച്ചാക്ക്. അള്ളാഹു ഇറങ്ങി വരും, സൃഷ്ടികളും ഇറങ്ങി വരും. അതുകൊണ്ട് സൃഷ്ടികൾ ഇറങ്ങൂല, അള്ളാഹ് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞൂടെ? അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടികൾ ഇറങ്ങുന്ന സൃഷ്ടിക്ക് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ കണ്ടിനാ? നിങ്ങൾ ഇറങ്ങൂല എന്ന് എങ്ങനെ പറഞ്ഞേ? അല്ല, അള്ളാഹ്ക്ക് നിഷേധിക്കുന്നത് അത് സൃഷ്ടികൾക്ക് നിഷേധിക്ക്. അള്ളാഹുവിന് കണ്ണുണ്ട്, സൃഷ്ടികൾക്ക് കണ്ണുണ്ട്. അതുകൊണ്ട് സൃഷ്ടിയും അള്ളാഹ് ഒരേപോലെ ആവും. അതുകൊണ്ട് സൃഷ്ടികൾക്ക് കണ്ണില്ല. അള്ളാഹ്ക്ക് കൈയുണ്ട്, സൃഷ്ടികൾക്കും കൈയുണ്ട്. അള്ളാഹ് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹും സൃഷ്ടി ഒരേപോലെ ആവും. അതുകൊണ്ട് സൃഷ്ടികൾക്ക് കൈയില്ല. അള്ളാഹു വരും, സൃഷ്ടികളും വരും. അള്ളാഹു വരും എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ വരും എന്ന് പറഞ്ഞാൽ അള്ളാഹും സൃഷ്ടികൾ ഒരേപോലെ ആവും. അതുകൊണ്ട് സൃഷ്ടികൾ വരൂല. അള്ളാഹുവിന് കോപമുണ്ട്, സൃഷ്ടികൾക്കും കോപമുണ്ട്. അള്ളാഹ്ക്ക് കോപമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹും സൃഷ്ടി ഒരേപോലെ ആവും. അതുകൊണ്ട് സൃഷ്ടികൾക്ക് കോപമില്ല. എന്താ പറയാത്ത? കണ്ണിൽ കണ്ട് വിശ്വസിച്ചു. അള്ളാഹ് റസൂൽ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. അവരവരെ ബുദ്ധി കൊണ്ട് അളന്നിട്ട് അള്ളാഹ്ക്കില്ല, 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 അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവും, ഇങ്ങനെയാവും, ഇങ്ങനെയാവും. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബാക്കളും പഠിപ്പിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ നമ്മൾ അങ്ങോട്ടാ പഠിക്കുക. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ സിഫാത്തുകൾ സ്ഥിരീകരിക്കുമ്പോൾ പറയുന്ന ചില വേർഡുകളുണ്ട്. ഒന്ന് അശ്ശരികൾക്ക് റദ്ദ് ചെയ്തിട്ട് പറയും, ഇത് ഒന്ന് ഭാഷക്കെതിരാണ്, രണ്ട് സലഫുകളുടെ ഇജ്മാഇനെതിരാണ്. അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങി എന്നുള്ളത് ഭാഷക്കെതിരാണ്,
രണ്ട് ഇജ്മാഉ സഹാബക്കെതിരാണ്. അള്ളാഹു വരും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മലക്ക വരിക എന്നുള്ളത് ഭാഷക്കെതിരാണ്, ഇജ്മാഉ സഹാബക്കെതിരാണ്. അള്ളാഹു യദുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ കുദ്റത്താണ് എന്നുള്ളത് ഭാഷക്കെതിരാണ്, സഹാബകളുടെ ഇജ്മാഇനെതിരാണ്. അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽനോട്ടമാണ് ഉദ്ദേശം എന്നുള്ളത് ഭാഷക്കെതിരാണ്, സഹാബകളുടെ ഇജ്മാഇനെതിരാണ്. പിന്നെ എന്താണ് സഹാബകളുടെ ഇജ്മാ? അള്ളാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ യദുണ്ട്. എങ്ങനെ നമുക്കറിയില്ല, അള്ളാഹു യോജിച്ച രീതിയിലുണ്ട്. ഇംറാറുഹ കമാ ജാഅത് ബിലാ കൈഫ് ഇജ്റാഉഹ അലാ ലാഹിരിഹ, ഇതാണ് പറഞ്ഞത്. വഅമുറുഹ ഹക്കൻ കമാ നകലത് തിറാസുൽ അവ്വലു, സലഫുകൾ നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബസ് അപ്പോൾ അള്ളാഹു ഇറങ്ങി വരും എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. അത് മലക്കാണ്, റഹ്മത്താണെന്നൊക്കെ പറഞ്ഞത് ലാലുകളായ അശ്ശരികളും അവരുടെ ഉപ്പമാരായ ജഹിമികളും മുത്തസിലാക്കളുമാണ്. അതിനുശേഷം 8ാമത്തെ മസല ഇതേ പറഞ്ഞു, വൗകിറു ബിൽ മീസാനി വൽ ഹൗലില്ലദി അർജു ബി അന്നി മിൻഹു റിയൻ റയ്യൻ അൻഹലു. വൗകിറു, ഞാൻ അംഗീകരിക്കുന്നു, ബിൽ മീസാൻ, മീസാനിനെ, വൽ ഹൗലി, ഹൗലിനെയും. ഹൗദുൽ കൗസർ, അല്ലദി, എങ്ങനെയുള്ള ഹൗദാണ്, അർജു, ഞാൻ ആഗ്രഹിക്കുന്നു, ബി അന്നി, ഞാൻ, മിൻഹു, ആ ഹൗദിൽ നിന്നും, റയ്യൻ അൻഹലു, ദാഹം മാറ്റുന്ന കുടി അതിൽ നിന്നും കുടിക്കാൻ. റയ്യ് എന്ന് പറഞ്ഞാൽ ദാഹം മാറ്റുന്ന കുടി, അൻഹൽ എന്ന് പറഞ്ഞാൽ നഹല അൻഹലു, നഹൽ എന്ന് പറഞ്ഞാൽ കുടിക്കുക. റയ്യൻ അൻഹലു, ദാഹം മാറ്റുന്ന കുടി കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്നു. നമ്മളെ വിശ്വാസമാണത്. അത് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ബിൽ മീസാൻ, മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്, അടിമകളുടെ സൃഷ്ടികളുടെ കർമ്മങ്ങൾ, സൃഷ്ടികളുടെ കർമ്മങ്ങളുടെ ഏടുകൾ, സൃഷ്ടികളെ ഇവയൊക്കെ തൂക്കുന്ന തുലാസ് ഉണ്ട്. ആ തുലാസിനെ ഞാൻ അംഗീകരിക്കുന്നു. ഖുർആനിലും ഹദീസൊക്കെ സ്ഥിരപ്പെട്ടു വന്ന മസലയാണ് മീസാൻ. എല്ലാവർക്കും അറിയാം മീസാൻ ഉണ്ട്. വൽ ഹൗദ്, ഹൗദും ഉണ്ട്. ഹൗദുൽ കൗസർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്നും മുഅ്മിനീങ്ങൾക്ക് വെള്ളം കൊടുക്കും, കോരി കൊടുക്കും. എന്നാൽ ബിദഈകൾക്ക് കൊടുക്കൂല, ഖവാരിജികൾക്ക്, മുഅ്തസിലാക്കൾക്ക് പോലുള്ള ബിദഅത്തിന്റെ ആൾക്കാർക്ക് വെള്ളം കൊടുക്കില്ല. അശ്ശരികൾക്കൊന്നും ഹൗദുൽ കൗസറിന് വെള്ളം കിട്ടൂല. എന്തുകൊണ്ട്? ബിദഈകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ അവർ തടയപ്പെടും. റസൂൽ പറയും, അവർ എൻ്റെ ഉമ്മത്താണ്, വിട്, അവർ എൻ്റെ ഉമ്മത്താണ്, വിട് എന്ന് പറയും. മലക്ക് പറയും, പ്രവാചകരെ, അങ്ങേക്ക് ശേഷം അവരെന്തൊക്കെ വിദഅത്ത് ഉണ്ടാക്കിയെന്ന് അങ്ങേക്ക് അറിയില്ല എന്ന് പറയും. അവരെ വിടാൻ പറ്റൂല. ബിദഈകൾക്ക് ഹൗദുൽ കൗസറിന് വെള്ളമില്ല. റസൂൽ പറയും, സുഹകൻ സുഹക ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം എൻ്റെ ദീനിനെ മാറ്റിമറിച്ചവർക്ക് വിദൂരത ഉണ്ടാകട്ടെ എന്ന് പറയും. റസൂൽ പറയാണ്, അന ഫറതുകും അൽ ഹൗൽ, ഹൗദുൽ കൗസറിൽ ആദ്യം വരുന്ന ആൾ ഞാനാണ്. വമൻ വറദ ശരിബ മിൻ, ആരെങ്കിലും എൻ്റെ ഹൗദിലേക്ക് വന്നാൽ അവിടുന്ന് കുടിക്കും. വമൻ ശരിബ മിൻഹു ലം യൽമ ബഅദഹു അബദ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിച്ച പിന്നെ ദാഹിക്കേയില്ല. ലയരിദു അലയ്യ അഖ്വാമുൻ അരിഫുഹും വയരിഫൂനി, കുറച്ച് ആൾക്കാർ വരും, അവർക്ക് എന്നെയും അറിയാം, എനിക്ക് അവരെയും അറിയാം. സുമ്മ യുഹാലു ബൈനി വബൈനഹും, പെട്ടെന്ന് എനിക്കും അവർക്കും ഇടയിൽ ഒരു മറയിടപ്പെടും. എന്നിട്ട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക്, താങ്കൾക്ക് ശേഷം താങ്കളുടെ ദീനിനെ മാറ്റിമറിച്ചത് എന്താണെന്ന് താങ്കൾക്ക് അറിയില്ല എന്ന് പറയും. റസൂൽ പറയും, സുഹകൻ സുഹക ലിമൻ ബദ്ദല ബഅദി എന്ന് പറയും. ബിദഈകളാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീനാണ് മരണം വരെ കൊണ്ടെടുക്കേണ്ടത്. നല്ല നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ സാധിക്കണം, അല്ലേ? ഹൗദുൽ കൗസർ എന്ന് കുടിക്കണം. എന്താണ് ഹൗദുൽ കൗസർ? ഹൗലി കമാ ബൈന അദൻ വ അമ്മാൻ, ഒമാന്റെയും അദിൻ എന്ന് പറയുന്ന നാടിൻ്റെയും ഇടയിലുള്ള അത്ര വിശാലമാണ് എൻ്റെ ഹൗദ്. അദിൻ എന്ന് പറയുന്നത് യമനിലെ ഒരു നാടാണ്, ഒരു തുറമുഖമുള്ള ഒരു നാടാണ്. യമനിലെ ഒരു പ്രശസ്തമായ നാടാണ്, തുറമുഖ നഗരമാണ് അദിൻ. ജോർദാൻ തലസ്ഥാനം അമ്മാൻ. ഈ രണ്ട് നാടുകൾക്കിടയിൽ, അന്ന് അറബികൾക്ക് അറിയപ്പെട്ട ദൂരമാണിത്. ഈ രണ്ട് ദൂരങ്ങൾക്കിടയിൽ വിശാലമാണ് എൻ്റെ ഹൗദ് എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, എൻ്റെ ഹൗദുണ്ടല്ലോ, അബ്റദു മിന സൽജ്, മഞ്ഞിനേക്കാൾ തണുപ്പുള്ളതാണ്, ഐസിനേക്കാൾ തണുപ്പുള്ളതാണ്. അബ്റദു മിന സൽജ് വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. വാതിയബു ലീഹ മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ പരിമളമാണ്. അക്വാബുഹു മിസ്ലു നുജൂമി സമാ, അതിലെ കോപ്പകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. മൻ ശരിബ മിൻഹു ശുർബ ലം യൽമ ബഅദഹ അബദ, അതിൽ നിന്നും ഒരു ശർബത്ത് ആരെങ്കിലും കുടിച്ചാൽ
ഒറ്റ ഷർബത്ത് പിന്നെ നമുക്ക് ദാഹം ഉണ്ടാക്കില്ല. അത്ര ദാഹം തീർക്കുന്ന വെള്ളമാണത്. അതാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്. അത് സമർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടി പറയാൻ. ഓക്കെ, വഉഖിറു ബിൽ മീസാനി വൽ ഹൗലില്ലദി അർജു ബിഅന്നി മിൻഹു റയ്യൻ അൻഹലു. അല്ലാഹു സുബ്ഹാനഹു വതആല ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്ന ശരിയായ ദീൻ, സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സഹാബാക്കളുടെ അഖീദ, മൻഹജ്, അത് നെഞ്ചിലേറ്റി ആർക്കും വിട്ടുകൊടുക്കാതെ, ആർക്കു വേണ്ടി മാറ്റി പറയാതെ, തിരുത്തി പറയാതെ ഉറച്ചു നിന്ന് ആ ആദർശവുമായി, ആ മൻഹജുമായി റസൂലുള്ളാഹിനെ കണ്ടുമുട്ടി ഹൗദുൽ കൗസറിൽ നിന്നും തേനിനേക്കാൾ മധുരമുള്ള, മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ പരിമളമുള്ള ആ വെള്ളം കുടിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇബ്നു തൈമിയ്യയുടെ ആഗ്രഹം നമ്മളും പാടുക. ഫഅർജു ബിഅന്നി മിൻഹു റിയ്യൻ അൻഹലു മിൻഹു റയ്യൻ അൻഹലു വഉഖിറു ബിൽ മീസാനി വൽ ഹൗലില്ലദി അർജു ബിഅന്നി മിൻഹു റയ്യൻ അൻഹലു വകദ സിറാത്തു യുമദ്ദു ഫൗക ജഹന്നമിൻ ഫമുസല്ലമുൻ നാജിൻ വആഖറു മുഹ്മലു. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അടുത്ത മസല പറയാണ്, 10ാമത്തെ മസല അല്ലേ. അപ്രകാരം തന്നെ സിറാത്തിനെയും ഞാൻ അംഗീകരിക്കുന്നു. ഉഖിറു ബിൽ മീസാൻ വൽ ഹൗദ് പറഞ്ഞില്ലേ, അതാണ് സിറാത്ത് പാലം, സിറാത്ത് പാലത്തെയും ഞാൻ അംഗീകരിക്കുന്നു. യുമദ്ദു, അത് നീട്ടപ്പെടും, ഫൗക ജഹന്നം, നരകത്തിൻ്റെ മേലെ ഇടപെടുന്ന സിറാത്ത് പാലത്തെയും ഞാൻ അംഗീകരിക്കും. സിറാത്ത് പാലത്തിന് നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഹദീസ് ശരികളൊക്കെ കുറേ ഇതൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഹദീസ് ശരികൾ, സിറാത്തില്ല, മീസാനില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഹദീസ് ശരികൾ എന്താണ്? നരകത്തിൻ്റെ മേലെ ഇടപെടുന്ന സിറാത്ത് പാലത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഫമുസല്ലമുൻ നാജിൻ, ആരെങ്കിലും നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടുത്തപ്പെട്ടവൻ, നാജിൻ, അവൻ വിജയിച്ചവനാണ്. വാഹറു മുഹ്മലു, എന്നാൽ മറ്റേയാൾ നരകത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ആൾ, അയാളെന്താണ്? നേരെ ഓപ്പോസിറ്റാണ്, അവഗണിക്കപ്പെട്ട ആളാണ്, മുഹ്മലാണ്, എഹ്മാൽ ചെയ്യപ്പെട്ട ആളാണ്, രക്ഷയില്ല. സിറാത്ത് പാലം കിടക്കണം, നേർത്ത പാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലത്തെ കുറിച്ച് പരിചയപ്പെടുത്തി എങ്ങനെയാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ധരിക്കുന്ന അതിൽ കാണാം, യൂലഉ സിറാത്തു അലാ സവായി ജഹന്നം, നരകത്തിൻ്റെ മേലെ സിറാത്ത് പാലം വെക്കപ്പെടും. മിത്ലു ഹദ്ദി സൈഫിൽ മുർഹഫ്, മെലിഞ്ഞ വാളിൻ്റെ തല പോലെ, തലയില്ലേ, മെലിഞ്ഞ വാളിൻ്റെ തല പോലെ നേർത്ത, വായിത്തല്ലേ, വാളിൻ്റെ അറ്റമില്ലേ, അതാണ് ഹദ്ദ്, മൂർച്ചയുള്ള ഭാഗം, അതിൻ്റെ തല പോലെ. അലൈഹി കലാലീബു മിന്നാർ, നരകത്താലുള്ള കുളത്തുകൾ ഉണ്ടാവും ആ സിറാത്തിന്. തഖ്തിഫു അഹ്ലഹ ഫതുംസികു ബിഹവാദിഹ, നരകത്തിൻ്റെ ആൾക്കാരെ ആ കുളത്ത് റാഞ്ചിയെടുക്കും, മുഖം, വയറ് പിടിച്ച് കുളത്തിങ്ങ് വലിച്ചൊക്കെ കൊണ്ടുപോകും. വയസ്തബിഖൂന അലൈഹി ബിഅഅമാലിഹിം, ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അതിലൂടെ മത്സരിച്ചോടും കർമ്മങ്ങളുമായിട്ട്. ഓരോരുത്തരും അവരുടെ കർമ്മം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. നല്ല കർമ്മങ്ങൾ ചെയ്ത ആൾക്കാർ നല്ല സ്പീഡിൽ പോകും. റസൂലുള്ളാഹി പറയാണ്, ഫമിൻഹും മിൻ ശിദ്ദത്തിൻ കൽബർഖ്, മിന്നൽ പിളർപ്പ് പോലെ ഒറ്റ പോക്കാണ്. നല്ല അമലുകൾ ചെയ്താൽ മിന്നൽ പിളർപ്പ് പോലെ പോകും. വമിൻഹും മിൻ ശിദ്ദത്തിൻ കരീഹ്, ചില കാറ്റ് പോലെ പോകും. വകൽ ഫറസി അൽ ജവാദ്, മത്സരിച്ചോടുന്ന നല്ല ഇനം എന്താ പറയുക, പന്തയ കുതിര, ഫറസ്, ആ കുതിരകൾ ഓടുന്ന പോലെ ചിലരോടും. ഒക്കെ ഹർവലത്തിർ റജുൽ, ഒരാണ് ഓടുന്ന പോലെ ഓടും. ഫദാലിക അല്ലദീ ലാ യൻശബു വ യൻജുവ, എന്തായാലും രക്ഷപ്പെടുന്ന അങ്ങനെ ഓടുന്ന ആൾ ഓടുന്നത് പോലെ ഓടും. അങ്ങനെ ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഓരോ രീതിയിലാണ് ഓടുക. സിറാത്ത് പാലത്തിലൂടെ അതുള്ളതാണ്, സിറാത്ത് പാലമുണ്ട്, എൻ്റെ അടിയിൽ നരകാണ്. അതാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ പറയുന്നത്, വകദ സിറാത്തു യുമദ്ദു ഫൗക ജഹന്നമിൻ ഫമുസല്ലമുൻ നാജിൻ വആഖറു മുഹ്മലു. നരകത്തിൽ വീണാലോ, വന്നാറു യസ്ലാഹ ശഖിയ്യു ബിഹിക്മത്തിൻ, വന്നാറു, നരകമുണ്ടല്ലോ, അതും ഞാൻ വിശ്വസിക്കുന്നു. നരകമുണ്ട് പരലോകത്ത്. യസ്ലാഹ അശ്ശഖിയ്യു ബിഹിക്മത്തിൻ, ഷഖീനെ, ദൗർഭാഗ്യവാനെ, ഈമാനിൽ പരാജയപ്പെട്ട, അമലുകളിൽ പരാജയപ്പെട്ട ഷഖീനെ, ദൗർഭാഗ്യവാനെ അത് കരിച്ചു കളയുന്നതാണ്. യസ്ലാ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക, കരിച്ചു കളയുക. ഇലൽ ജിനാനി സയദ്ഖുലു, എന്നാൽ നേരെ ഷഖീൽ ഓപ്പോസിറ്റ് സഈദ്, തഖിയ്യ്, തഖ്വയുള്ള ആൾ, ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ
ഇലൽ ജിനാനി സയദ്ഖുലു, സ്വർഗ്ഗത്തിലേക്ക്. ജന്നത്തുൻ ജംഅ സിനാൻ ജിനാൻ, ജന്നത്തുൻ ജംഅ ജിനാൻ, സ്വർഗ്ഗങ്ങളിലേക്ക് സയദ്ഖുലു പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഷഖീ നരകത്തിലായിരിക്കും, തഖീ തഖ്വയുള്ള ആൾ സ്വർഗ്ഗത്തിലായിരിക്കും. ഇതിലൂടെ അദ്ദേഹം സ്ഥിരപ്പെടുത്തുന്നത് സ്വർഗവും നരകവുമുണ്ട്. അൽ ജന്നത്തു വന്നാറു ഹഖ്കുൻ, അൽ ജന്നത്തു ഹഖ്കുൻ വന്നാറു ഹഖ്കുൻ, സ്വർഗവും സത്യമാണ് നരകവും സത്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദുനിയാവിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മരണത്തിന് ശേഷം അള്ളാഹു നൽകുന്നതാണ് സ്വർഗം, ജന്ന. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാത്തവർക്ക് പരലോകത്ത് അള്ളാഹു നൽകുന്നതാണ് നരകം, അന്നാർ. ഇത് രണ്ടും ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അതേപോലെ തന്നെ ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു മസല പറയുന്നത്, വലികുല്ലി ഹയ്യിൻ ആഖിലിൻ ഫീ ഖബ്രിഹി അമലുൻ യുകാരിനുഹു ഹുനാക വയുസ്അലു ഫിത്നത്തുൽ ഖബ്ർ വഅദാബു. ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ ഫിത്നയുണ്ട് എന്ന ഭാഗവും നമ്മുടെ അഖീദയാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരികളിലൂടെ സമർത്ഥിക്കുന്നത്. വലികുല്ലി ഹയ്യിൻ ആഖിലിൻ, ബുദ്ധിയുള്ള എല്ലാ ജീവനുള്ളവർക്കുമുണ്ട്, ഫി ഖബരിഹി, അവൻ്റെ ഖബറിൽ, ഹയ്യും ആഖിലുമായ എല്ലാവർക്കും അവൻ മരിച്ചാൽ അവൻ്റെ ഖബറിലുണ്ട്, അമലുൻ, ഒരു അമലുണ്ട്, യുകാരിനുഹു ഐ യുസാഹിബുഹു, അവൻ്റെ കൂടെ കൂടുന്ന അമലുണ്ട്. ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഒരു മുഅ്മിനിന് അവൻ്റെ അമലുകൾ, സൽപ്രവർത്തനങ്ങൾ സൗന്ദര്യമുള്ള ഒരു മുഖമുള്ള ആളെപ്പോലെ വരും. അവൻ ചെയ്ത തിന്മകളാണെങ്കിൽ മോശമായ മുഖമുള്ള ആളെപ്പോലെ അവന് വരും. നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ ആരുണ്ടാവും? നമ്മുടെ അമലുകൾ ഉണ്ടാവും. നന്മയാണെങ്കിൽ നന്മയുണ്ടാവും, തിന്മയാണെങ്കിൽ തിന്മയുണ്ടാകും എന്നാണ്. ആണ് വലികുല്ലി ഹയ്യിൻ ആഖിലിൻ ഫീ ഖബ്രിഹി അമലുൻ യുകാനിലുഹു ഹുനാക വയുസ്അലു. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. 3 ചോദ്യങ്ങളാണ് ഖബറിൽ ചോദിക്കുക. ആ 3 ചോദ്യങ്ങളാണ് ഖബറിലെ ഫിത്ന. ഖബറിലെ ആദാബ് വേറെ, ഖബറിലെ ഫിത്ന വേറെ. ഖബറിലെ ഫിത്ന എന്താണ്? ഈ 3 ചോദ്യമാണ്. എന്താണ് 3 ചോദ്യം? മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. അതാണ് അൽ ഉസൂൽ സലാസയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നത്. ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ, അൽ ഉസൂൽ സലാസ, 3 അടിത്തറകൾ. ഈ 3 ചോദ്യങ്ങൾ ആര് മറുപടി പറഞ്ഞോ അവൻ രക്ഷപ്പെട്ടു, മറുപടി പറഞ്ഞിട്ടില്ലേ അവൻ പരാജയപ്പെട്ടു. ഇതാണ് ഫിത്നത്തുൽ ഖബർ. ഈ 3 ചോദ്യങ്ങൾ. വെള്ളിയാഴ്ച മരണപ്പെടുന്നവർക്ക് ഖബറിലെ ഫിത്ന ഉണ്ടാവുകയില്ല എന്ന ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, വെള്ളിയാഴ്ച മരണപ്പെടുന്ന വ്യക്തിക്ക് ഖബറിൽ ഈ 3 ചോദ്യം ഉണ്ടാവില്ല, രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബുൽ ഖബറിൽ നിന്നും ഫിത്നത്തുൽ ഖബറിൽ നിന്നും നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. സന്തോഷത്തോടെ സ്വർഗത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കപ്പെടുന്ന വലിയ വിശാലമായ വിരിപ്പായി ഖബർ മാറുമെന്നും നരകത്തിൻ്റെ ആൾക്കാരുടെ തീക്കുണ്ടായും ഖബർ മാറുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖബറിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്, ഒന്നുകിൽ അത് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ ഒരു തോപ്പായിരിക്കും, അല്ലെങ്കിൽ ഹുഫ്റത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, നരകത്തിലെ തീക്കുണ്ടായിരിക്കും ഖബർ. രണ്ടാമത് ഖബറിലുണ്ടാവും. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഖബർ റൗളത്തുൻ മിൻ റിയാദിൽ ജന്നയായിരിക്കും. ശിർക്കും കുഫറും ബിദഅത്തുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് ഹുഫ്റത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, നരകത്തിലെ കുണ്ടായിരിക്കും ഖബർ. ഇതാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഈ വരികളിലൂടെ പറയുന്നത്. അദാബുൽ ഖബറുണ്ട്, ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഖബറിൽ ശിക്ഷയില്ല എന്ന് പറയുന്ന അഖ്ലാനികൾ, ഹദീശികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്താണ്? ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ ഫിത്നയുണ്ട്. അത് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാണ്. ഈ 14 വരികളിലൂടെ ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ വളരെ അടിത്തറയായ മസലകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവസാനം അദ്ദേഹം പറയാണ്, നിങ്ങളൊക്കെ പറയുന്നത് എന്താണ്? ഇതൊക്കെ ശൈഖ് ഇബ്നു തൈമിയ്യയുടെ വകയാന്നല്ലേ? ശൈഖ് ഇബ്നു തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്. ഇബ്നു തൈമിയ്യ മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. വിദൈകൾ, ആളുകൾ പറയുന്ന വേർഡുകളാണ് നമ്മുടെ വീര്യം ചോർത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇബ്നു തൈമിയ്യ പറഞ്ഞത് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയാ. ശൈഖ് ഇബ്നു തൈമിയ്യ ഇത്രയും മസല പറഞ്ഞിട്ട് പറയാൻ, ഹാദാ ഇഅ്തിഖാദു ശാഫിഈ വ മാലികിൻ വ അബീ ഹനീഫത സുമ്മ അഹ്മദ യുൻകലു. ഇത് ഞാൻ പറഞ്ഞതെന്നല്ല, ഇത് ഇമാം ഷാഫിയുടെ അഖീദയാണ്, ഇത് മാലിക്കിന്റെ അഖീദയാണ്, ഇത് അബൂ ഹനീഫയുടെ അഖീദയാണ്, ഇത് ഇമാം അഹ്ലി സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി മജ്മഈൻ ഇവരുടെ അഖീദയാണ്.
ഞാൻ പറഞ്ഞതല്ല എന്ന്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി? നാസിറുസ് സുന്ന അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 150 ജനിക്കുകയും 204 വഫാത്താകുകയും ചെയ്ത പണ്ഡിതനാണ്. ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ 2ാമത്തെ വയസ്സിൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ കൊണ്ട് മക്കയിലേക്ക് പോയി. അങ്ങനെ മക്കയിലാണ് പിന്നെ അദ്ദേഹം ജനിച്ചു വളരുന്നത്. മക്കയിലെ ഉൾപ്രദേശക്കാരായ ആൾക്കാരിൽ നിന്നും അറബി ഭാഷ പഠിച്ചെടുത്തിട്ട് ആണ് അദ്ദേഹം അറബി ഭാഷയിൽ നിപുണനായത് എന്നാണ്. പിന്നീട് വലിയ ഇമാമായി അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ അഖീദയാണ് ഈ പറയപ്പെട്ട ഇത്രയും മസലകൾ. അപ്പോൾ ഞാൻ ഷാഫി മദ്ഹബുകാരനാണെന്ന് പറയുന്ന, ഷാഫി മദ്ഹബാണ് എൻ്റെ മദ്ഹബ് എന്ന് പറയുന്നവർ അഖീദയിൽ ഇമാം ഷാഫിയെ ഫോളോ ചെയ്യട്ടെ. എന്തേ അഖീദയിൽ മാത്രം ഞാൻ അബുൽ ഹസൻ അശ്അരിയുടെ മദ്ഹബാണെന്ന് പറയുന്നു? എന്തുകൊണ്ട് ഞാൻ ഷാഫി മദ്ഹബാണെന്ന് പറയുന്നില്ല? ഇമാം ഷാഫിക്ക് ശേഷമാണല്ലോ അബുൽ ഹസൻ അശ്അരി വന്നത്. ഫിഖ്ഹിൽ ഷാഫിയെ ഫോളോ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് അഖീദയിൽ ഇമാം ഷാഫിയെ ഫോളോ ചെയ്തുകൂടാ? അതവരുടെ ഒരു പേവാണ്. നമ്മൾ ഈ വിധേയകളോട്, ലാലുകളോട്, ഈ അശ്അരികളോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഫിഖ്ഹിൽ ഷാഫി ഇമാമിനെ ഫോളോ ചെയ്യുന്നു? ഇമാം ഷാഫിക്ക് ശേഷമാണല്ലോ അബുൽ ഹസൻ അശ്അരി വന്നത്. അബുൽ ഹസനിക്ക് മുമ്പേ ഉള്ള ആളെ ഇമാം ഷാഫി. അപ്പോൾ അബുൽ ഹസനിക്ക് മുമ്പേ ഇമാം ഷാഫി അദ്ദേഹത്തിന് അഖീദ പറഞ്ഞിട്ടില്ലേ, ഫിഖ് പറഞ്ഞ പോലെ? അപ്പോൾ നിങ്ങൾ അതിൽ ഇമാം ഷാഫി ഫോളോ ചെയ്യുന്നില്ല. ആ അഖീദയിൽ ഫോളോ ചെയ്യുന്നവർ നമ്മളാണ്, സലഫികളാണ്. നിങ്ങൾ ലാലുകളാണ്, വിധേയികളാണ്. രണ്ടാമത്തേതാണ് വഹാദ ഇഅ്തിഖാദു ശാഫിഈ വ മാലികി. ആരാണ് മാലിക്? നജ്മുസ്സുന്ന, നജ്മുസ്സുന്ന, സുന്നത്തിന്റെ നക്ഷത്രം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, അല്ലേ? ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 93 ജനിക്കുകയും ഹിജ്റ 179 മരണപ്പെടുകയും ചെയ്ത പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇമാം ഷാഫിയുടെ പ്രിയപ്പെട്ട ഉസ്താദാണ്. അത് വേറൊരു കാര്യം. ഇമാം മാലിക് ഇമാം ഷാഫിയുടെ ഉസ്താദാണ്. അദ്ദേഹം ഹദീസ് പഠിച്ച, അഖീദ പഠിച്ച ഉസ്താദാണ് ഇമാം മാലിക്. ഇമാം മാലിക്കിനെ സംബന്ധിച്ചിട്ട് ഇമാം ഷാഫി പറയാൻ, ഇദാ ദുകിറൽ ഉലമാഉ ഫമാലികുൻ നജ്മുൻ. പണ്ഡിതന്മാരുടെ പേര് പറയപ്പെട്ടാൽ അവിടെ കൂട്ടത്തിൽ ഇമാം മാലിക് നക്ഷത്രമാണ്. അതാണ് നജ്മുസ്സുന്ന. അതിനകത്ത് തന്നെ അപരനാമം കിട്ടിയത് നജ്മുസ്സുന്ന. മൂന്നാമത് എന്താ പറഞ്ഞത്? അബീ ഹനീഫത ഫഖീഹുൽ ഉമ്മ ഫഖീഹുൽ മില്ല ഫഖീഹുൽ മില്ല അൻ-നുഅ്മാൻ ഇബ്നു സാബിത് അബൂ ഹനീഫ അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആലിമു ഇറാഖ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെയും ഇമാം മാലിക്കിൻ്റെ കാലഘട്ടക്കാരനാണ്. ഇമാം അബൂ ഹനീഫ മരണപ്പെടുന്ന ആ വർഷമാണ് ഇമാം ഷാഫി ജനിക്കുന്നത്. ഹിജ്റ 150 ഇമാം അബൂ ഹനീഫ മരിക്കുന്നത്. അതേ വർഷമാണ് ഇമാം ഷാഫിഈ ജനിക്കുകയും ചെയ്യുന്നത്. ഹിജ്റ 80 ജനിക്കുകയും ഹിജ്റ 150 മരണപ്പെടുകയും ചെയ്ത പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. നാലാമത്തത് ഇമാമു അഹ്ലി സുന്ന, നമ്മുടെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി. അഹ്മദ് ഇബ്നു ഹംബൽ അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ 4 പേര് നമ്മുടെ ഇമാമുമാരാണ്. ഇമാം അഹ്മദിലേക്ക് എന്തിനാണ് ഇമാം അഹ്ലുസുന്ന ചേർക്കുന്നത്? അഹ്ലുസുന്നയുടെ അഖീദ വിധേയികൾ വഷളാക്കിയപ്പോൾ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച് പാടുപെട്ട പണ്ഡിതനാണ് എന്നതിനാലാണ് ഇമാം അഹമ്മദിലേക്ക് ഇമാം അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ഇമാം അഹമ്മദിന് മുമ്പ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, ഇമാമുമാരൊക്കെ ഇമാം അഹ്ലുസുന്നമാർ തന്നെയാണ്. വേറൊരു പ്രത്യേകത, ഇമാം അഹ്മദ് ഹംബലിന്റെ ഉസ്താദാണ് ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക്കിന്റെ ശിഷ്യൻ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിയുടെ ശിഷ്യൻ ഇമാം അഹ്മദ് ഹംബൽ. ഇമാം അഹ്മദ് ഹംബലും ഇമാം ഷാഫിയും അടുത്ത ബന്ധമുള്ള ഉസ്താദ് ശിഷ്യന്മാരാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇമാം അഹമ്മദിന് ഇമാം ഷാഫിഈയെ. എപ്പോഴും വീട്ടിലേക്ക് വിളിക്കും. വീട്ടിൽ പോയി എപ്പം പറയാൻ തന്നെ ഷാഫി ഉസ്താദ്, ഇമാം ഷാഫി 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 എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകൾക്ക്, ഇമാം അഹമ്മദിൻ്റെ മകൾക്ക് ഇമാം ഷാഫിയെ കാണാൻ ആഗ്രഹമായി എന്ന് പറഞ്ഞു. ഉപ്പാടത്തുനിന്ന്, ഉപ്പാൻ്റെ വായിൽ നിന്ന് എപ്പോഴും ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. ഇല്ല കഥയാണത്, നമുക്ക് പഠിക്കേണ്ട കഥകളാണ്. ഇവരൊക്കെ ഈ അയിമത്തുകൾ ഉസ്താദ് ശിഷ്യന്മാരാണ്. ആ അഖീദയിലാണ് നമ്മളുള്ളത്. അതാണ് ശേഷം സിബിൻ്റെ പറയുന്നത് എൻ്റെ വക പുതിയ വാദങ്ങളൊന്നുമല്ല, ഇതൊക്കെ ആര് പറഞ്ഞതാണ്? ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഹംബൽ ഇവരൊക്കെ പറഞ്ഞതാണ്. ഇനി പരിശോധിച്ചോ, ഇബ്നു തൈമിയ്യ കളവ് പറഞ്ഞതാണോ എല്ലാം ഒന്ന് പരിശോധിക്കാമല്ലോ. ഈ 4 ഇമാമികളുടെ ഈ പറയപ്പെട്ട മസ്അലയിൽ അഖീദ എന്താ പരിശോധിക്കട്ടെ. അശ്ശരികളായ ലാലുകൾ, ബിദഈകൾ, വേസ്റ്റുകൾ അവർ പരിശോധിക്കട്ടെ. എന്നിട്ട് ഈ പറയപ്പെട്ട ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ ഈ മസ്അലകളൊന്നും ഇമാം മാലിക്കിനും ഷാഫിക്കും അഹമ്മദിനും ഇല്ലാന്ന് അവർ പറയട്ടെ, എങ്കിലും അംഗീകരിക്കാം. ഇമാം ഇബ്നു തൈമിയ്യ കള്ളം പറഞ്ഞതാണെന്ന് നമുക്കും പറയാം.
ഇമാം ഷെയ്ഖ് ഇബ്നു തൈമിയ്യ തുറന്നു പറയാണ് വഹാദ ഇഅ്തിഖാദു ശാഫിഈ വമാലികിൻ വഅബി ഹനീഫത തുമ്മ അഹ്മദ യുൻകലു. അൽഹംദുലില്ലാഹ്, ഈ ഇമാമുൽ അഖീദയിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. അവസാനമായി ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നക്ക് ഒരു നസീഹത്ത്, അദ്ദേഹത്തിൻ്റെ നസീഹത്ത് എന്താണ്? നിങ്ങൾ ഈ അസറുകളെ ഫോളോ ചെയ്യണം, പിൻപറ്റണം, ബിദഅകളാകരുത് എന്ന്. ഫൈനിത്തബഅത സബീലഹും, ആരെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്? ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എന്നെ ഫോളോ ചെയ്തെന്നല്ല പറഞ്ഞത്, ഞാൻ ഭയങ്കര ഇമാമാകുന്നു എന്നെ ഫോളോ ചെയ്തെന്നല്ല. ഫൈനിത്തബഅത സബീലഹും, ഈ 4 ഇമാമുമാരുടെ പാത നീ ഫോളോ ചെയ്താൽ ഫമുവഫഖുൻ, നീ ഹിദായത്ത് കിട്ടിയ ആളാണ്, തൗഫീഖ് കിട്ടിയ ആളാണ്, സ്വർഗത്തിലേക്കുള്ള അമൽ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയ ആളാണ് ഈ 4 ഇമാമികളെ ഫോളോ ചെയ്താൽ. വൈനിത്തബഅത സബീലഹും, അശ്ശരികളായ ആളുകളോട് ചോദിക്കാനുള്ളതാണ്, ഷെയ്ഖ് ഇബ്നു തൈമിയ്യ ആരിലേക്കാണ് ക്ഷണിച്ചത്? അദ്ദേഹത്തിലേക്കാണോ? അല്ല, ഈ 4 ഇമാമാരിലേക്കാണ്. ഫൈനിത്തബഅത സബീലഹും ഫമുവഫഖുൻ വൈനിബ്തദഅത ഫമാ അലൈക മുഅവ്വലു. ഇനി നീ ഇവിടെ പാത പിൻപറ്റി തെറ്റിപ്പോയി വേറെ പുതിയ വാദങ്ങളുമായിട്ട് ബിദഅത്തുമായിട്ട് രംഗത്ത് വന്നാൽ, ഇബ്തിദാ ഉണ്ടാക്കിയാൽ ഫമാ അലൈക മുഅവ്വലു, നിനക്ക് ആസ്വദിക്കാൻ ഒന്നുമില്ല, നിനക്ക് ആസ്വദിക്കാൻ ഒന്നുമില്ല. നിനക്ക് തൗഫീഖ് വേണോ? എന്താണ് തൗഫീഖ്? ഇസ്തിഖാമത്തുൽ അഖ്വാലി വസലാഹിയത്തുൽ അഹ്വാൽ, വാക്ക് നേരെയാവുക, പ്രവർത്തനങ്ങൾ ചൊവ്വാവുക, ഇതാണ് ഇസ്തിഖാമത്ത്, ഇതാണ് തൗഫീഖ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തൗഫീഖ് കിട്ടണമെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, സ്വർഗം നേടാനുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈ ഇമാമുമാരുടെ പാത ഫോളോ ചെയ്യണം. ഫൈനിത്തബഅത സബീലഹും ഫമുവഫഖുൻ ഫൈനിബ്തദഅത ഫമാ അലൈക മുഅവ്വലു, നിനക്കെന്തില്ല? ഒരു പിടുത്തമില്ല, എന്തെല്ലോ പറയേണ്ടി വരും. ഖുർആനും ഇല്ല, ഹദീസും ഇല്ല, ജനങ്ങൾ ഇന്നെ വിശ്വസിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഈ അയിമ്മത്തുകളുടെ പാതയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ച ഏറ്റവും വലിയ ധർമ്മം ഇതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ്? പൂർവികളുടെ സലഫുകളുടെ മൻഹജ് നമുക്ക് തുറന്നു കാണിച്ചു തന്നു, സലഫുകളുടെ അഖീദ നമുക്ക് വിശദമായി വിശദീകരിച്ചു തന്നു, അവിടെ മൻഹജ് നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നു. ഇതാണ് ഷെയ്ഖുൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ചെയ്തത്, വേറൊന്നും ചെയ്തിട്ടില്ല. സലഫുകൾ പറയാത്ത ഒന്നും പുതുതായി അഖീദയിലോ മൻഹജിലോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ കൂടെ സഞ്ചരിക്കാൻ, ഈ മഹാന്മാർ ചെന്നെത്തിയ സ്വർഗത്തിൽ ചെന്നെത്താൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലാമിയ എന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഈ ഒരു ഗ്രന്ഥം പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശമുള്ളായിട്ടുള്ളൂ. ഇതിലെ ഓരോ മസലയും വിശദമായി ആയാത്തുകളിലൂടെ ഹദീസുകളിലൂടെ പഠിക്കേണ്ട മസലകളാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ഉലമാക്കൾ ആരൊക്കെയെന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അഖീദ ആയതുകൊണ്ട് സലഫുകളുടെ നിലപാടുകൾക്ക് വിഷയത്തിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, വിശദമായി പഠിക്കേണ്ട മസലയാണ്. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പരിചയപ്പെടുത്തലും അദ്ദേഹത്തിൻ്റെ ലാമിയ എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തലും മാത്രമാണ് ഉദ്ദേശം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈ കവിതകൾ കാണാതെ പഠിക്കണം എന്ന് മാത്രമല്ല, സലഫുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് ശേഷം, സലഫുകളല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് ശേഷം വന്ന സലഫികൾ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ സാധാരണക്കാർ, പണ്ഡിതന്മാർ അവിടെ മക്കൾക്ക് ഈ കവിത പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, കാണാതെ പഠിപ്പിച്ചു കൊടുക്കും, ലാമിയ കാണാതെ പഠിപ്പിക്കും, വെറുതെ പാട്ട് പാടും. മദ്രസയിലെ വിദ്യാർത്ഥികളൊക്കെ ലാമിയ പാടുമായിരുന്നു എന്നാണ്. ചെറിയ 16 വരിയിലുള്ളൂ. അവിടെ എല്ലാവരും ഈ കവിത ഹിഫ്ളാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.